A very good morning, one and all. Welcome to the second day, third session of our FDP, Soft Labs using free and open softwares. This session will be handled by Srimati Ramya Gopalakrishnan, lecturer in electronics, Government Women's Polytechnic College, Thiruvananthapuram. She did her BTech in Electronics and Communication from Rajiv Gandhi Institute of Technology, Kottayam, and took MTech with specialization in microwave and television from College of Engineering, Trivandrum. She has 17 years of teaching experience in various government polytechnic colleges. This session introduces an open source software for Spice Lab. Simulation of analog and digital circuits will be familiarized. PCB layout and Gerber file generation will be covered in this session. Consider it as a great honor and pleasure to welcome Remy teacher to the session. Welcome, Remy teacher. Thank you, Ansa. Good morning, all. ഞാൻ രമ്യ ഗോപാലകൃഷ്ണൻ ഇവിടെ വുമൺസ് പോളിടെക്നിക് കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. ആദ്യം എന്താണ് സ്പൈസ് ലാബ് എന്ന്? സ്പൈസ് ലാബ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ സർക്യൂട്ട് സിമുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാബാണ് സ്പൈസ് ലാബ്. ഒരു ലാബില് നമ്മളൊരു സർക്യൂട്ട് സെറ്റപ്പ് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് കാണുന്നതിന് പകരം നമ്മളൊരു സിമുലേറ്റർ വെച്ചിട്ട് ആ സെയിം സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യണം. ഇതിന്റെ ഔട്ട്പുട്ട്സ് നമുക്ക് വ്യൂ ചെയ്യാം, അനാലിസിസ് ചെയ്യാം, അതേപോലെ സർക്യൂട്ട്സ് നമുക്ക് ഡിസൈൻ ചെയ്യാം. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഓർക്കാഡ് എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് സ്പൈസ് ലാബിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ലൈസൻസ് സോഫ്റ്റ്വെയർ ആണ്. അതിന് പകരം ഒരു ഓപ്പൺ സോഴ്സ് സിമുലേറ്റർ ഞാനിവിടെ പരിചയപ്പെടുത്തിയാണ് eSIM. ഇത് IIT ബോംബെയുടെ പ്രോജക്റ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് വിൻഡോസിലും വർക്ക് ചെയ്യാം, അതേപോലെ ഉബുണ്ടുവിലും വർക്ക് ചെയ്യാം. സെയിം വർക്കിംഗ് ആണ്. eSIM, electronic simulation. It's an open source EDA tool, designing, simulation analysis, അതേപോലെ PCB ഡിസൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതൊരു രണ്ട് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. KiCad എന്ന് പറഞ്ഞിട്ട് PCB ലേഔട്ടിന് ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് ആണ്. ngSpice സിമുലേഷൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് eSIM എന്നുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ടൂള് ഡെവലപ്പ് ചെയ്തു. ഇതിനകത്ത് GHDL ഉണ്ട്. GHDL ഞാൻ ഇന്ന് എടുക്കുന്നില്ല, അത് നാളത്തെ സെഷൻ വരുന്നതാണ്. ഈ സോഫ്റ്റ്വെയർ നമ്മള് FOSSEE ഫോഴ്സ് എന്ന് പറഞ്ഞ സൈറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ സൈറ്റില് eSIM സെർച്ച് ചെയ്യാം. അതിനകത്ത് ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. eSIM force.in ഡൗൺലോഡ്സ്. ഇത് നമ്മളെ സ്കോളർ സപ്പോർട്ടിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ട്യൂട്ടോറിയൽ ഫുള്ള് സ്കോളർ സപ്പോർട്ടിൽ അവൈലബിൾ ആണ്. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെ സിമുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെ PCB ഉണ്ടാക്കുന്ന എല്ലാത്തിന്റെയും ട്യൂട്ടോറിയൽ വീഡിയോസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ നമുക്കതും റെഫർ ചെയ്യാം. അതേപോലെ കുറെ സർക്യൂട്ട്സിന്റെ എക്സാമ്പിൾസ് ഇവരുടെ ഒരു ഫോറത്തിൽ അവൈലബിൾ ആണ്. മെയിൻ ഫീച്ചേഴ്സ്, we can draw circuits using KiCad. നമ്മൾ ഇനി സർക്യൂട്ട് എന്നല്ല സ്കീമാറ്റിക് എന്നാണ് പറയുന്നത്. സ്കീമാറ്റിക് നമ്മൾ KiCad ഉപയോഗിച്ചിട്ട് ഡ്രോ ചെയ്യാം. നെക്സ്റ്റ് സ്കീമാറ്റിക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു നെറ്റ് ലിസ്റ്റ് ക്രിയേഷൻ ഉണ്ടാവും. നെറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടിന്റെ ഒരു പ്രോഗ്രാം ഫോമാറ്റ് ആണ്, ഒരു ഫയൽ പോലെ സേവ് ചെയ്യുന്നതാണ്.
അതിൻ്റെ അകത്ത് ഏതൊക്കെ കമ്പൗണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ വാല്യൂസ് എന്താണ്, അതിൻ്റെ കണക്ഷൻസ് എവിടെ വരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ നെറ്റ് ലിസ്റ്റിനകത്ത് കാണും. അപ്പൊ നമ്മൾ ആദ്യം സ്കിമാറ്റിക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യണം. ഈ നെറ്റ് ലിസ്റ്റ് ആണ് നമ്മൾ സിമുലേഷൻ യൂസ് ചെയ്യുന്നത്. കീകാഡിലാണ് സ്കിമാറ്റിക് വരയ്ക്കുന്നത്, നമ്മൾ എൻജി സ്പൈസിലാണ് സിമുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് കീകാഡിൽ ജനറേറ്റ് ചെയ്യുന്ന നെറ്റ് ലിസ്റ്റ് നമ്മൾ എൻജി സ്പൈസിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കാനായിട്ട്. അതിന് ഡയറക്റ്റ് കൺവേർഷൻ ഉണ്ട് ഇവിടെ. നെക്സ്റ്റ് PCB ലേഔട്ട് നമുക്ക് വരയ്ക്കാം. PCB ലേഔട്ട് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഗർഭ ഫയൽസ് ജനറേറ്റ് ചെയ്യാം. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ കമ്പോണൻസ്, ഈ കമ്പോണൻസ് അതിൻ്റെ ലൈബ്രറീസ് ഉണ്ട്, ഓർ ആക്റ്റീവ് കമ്പോണൻസ് ആണെങ്കിൽ ഡിവൈസ് മോഡൽസ് എന്നാണ് പറയുന്നത്. ഡിവൈസ് മോഡൽസ് ഉണ്ട്. ഈ മോഡൽസ് നമുക്ക് ബിൽഡ് ചെയ്യാനും പറ്റും, അതേപോലെ എഡിറ്റ് ചെയ്യാനും പറ്റും. നമുക്കൊരു കമ്പോണന്റ് വേണമെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കാം ഇതിനകത്ത്. നെക്സ്റ്റ് സബ് സർക്യൂട്ട്സ് ഉണ്ടാക്കാം. സബ് സർക്യൂട്ട്സ് പറഞ്ഞാൽ കമ്പോണൻസ് വെച്ചിട്ട് നമ്മളൊരു സർക്യൂട്ട് ഉണ്ടാക്കുകയാണ് സബ് സർക്യൂട്ട്. സബ് സർക്യൂട്ട്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും, എഡിറ്റ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന മെയിൻ മോഡ്യൂൾസ്, നമ്മൾ ഈ ഒരു മോഡ്യൂൾസ് ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്കിമാറ്റിക് നമ്മൾ കീകാഡിലാണ് ചെയ്യുന്നത് പറഞ്ഞത്. ആക്ച്വലി സ്കിമാറ്റിക് എന്ന് പറയുന്നത് ഈ സ്കിമ എന്ന് പറഞ്ഞ ഒരു മോഡ്യൂളിലാണ് നമ്മൾ സ്കിമാറ്റിക് ഡ്രോ ചെയ്യുന്നത്. എൻജി സ്പൈസ് ആണ് നമ്മൾ സിമുലേഷൻ യൂസ് ചെയ്യുന്നത്. കീകാഡ് നെറ്റ് ലിസ്റ്റ് എൻജി സ്പൈസ് നെറ്റ് ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കീകാഡ് എൻജി സ്പൈസ് കൺവേർട്ടർ ഉണ്ട്. നെക്സ്റ്റ് മോഡൽസ് ബിൽഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനായിട്ട് മോഡൽ ബിൽഡർ ഉണ്ട്. സബ് സർക്യൂട്ട് ബിൽഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനായിട്ട് സബ് സർക്യൂട്ട് ബിൽഡർ ഉണ്ട്. നമ്മൾ PCB പാർട്ടിലോട്ട് പോകുമ്പോൾ PCB ഉണ്ടാക്കുമ്പോൾ ഒരു കമ്പൗണ്ട് ഫുട് പ്രിന്റ് ആദ്യം അസൈൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് CVPCB എന്ന് പറഞ്ഞ മോഡ്യൂളാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലേഔട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന PCB ന്യൂ എന്നുള്ള മോഡ്യൂൾ. അപ്പൊ ഈ വിൻഡോസ് എല്ലാം നമുക്ക് ചെയ്യുന്ന ഇതിൽ തന്നെ നമ്മൾ ചെയ്തു പോവുകയാണ്. നമ്മൾ ഓരോന്നായിട്ട് നോക്കണ്ട, ഈ വിൻഡോസ് ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. നെക്സ്റ്റ് ഇൻസ്റ്റലേഷന് ഡൗൺലോഡ് സൈറ്റിൽ നിന്ന് ഇൻസ്റ്റലേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ലിനക്സിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അത് എക്സ്ട്രാക്ട് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ സേവ് ചെയ്ത ഫോൾഡറിൽ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം. വിൻഡോസിലും രണ്ടിനും രണ്ട് ഇൻസ്റ്റലേഷൻ പാത്ത് ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഏതാ വിൻഡോസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വിൻഡോസ് സെലക്ട് ചെയ്യാം. ഉബുണ്ടു ആണെങ്കിൽ ഉബുണ്ടുവിന്റെ ഇൻസ്റ്റലേഷൻ ഫയൽ വരും. വിൻഡോസിലാണെങ്കിലും ഇതേപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാം. അതിനകത്ത് .exe ഫയൽ ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൾഡർ ക്രിയേറ്റഡ് ആവും, ഓട്ടോമാറ്റിക് ആയിട്ട് ഫോൾഡർ ക്രിയേറ്റഡ് ആവും. FOSSE എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റഡ് ആവും. വിൻഡോസിലാണെങ്കിൽ C ഡ്രൈവിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഒരു eSIM ഐക്കൺ ക്രിയേറ്റഡ് ആവും ഡെസ്ക്ടോപ്പിൽ. നമ്മൾ eSIM ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, eSIM ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഒരു സർക്യൂട്ട് സിമുലേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സർക്യൂട്ട് സിമുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്കിമാറ്റിക് ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് അതിന്റെ നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യണം. അടുത്തത് കീകാഡ് നെറ്റ് ലിസ്റ്റ് എഡ്ജി സ്പൈസ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം, സിമുലേറ്റ് ചെയ്യണം. 4 സ്റ്റെപ്സ് ആണ് ബേസിക് ആയിട്ടുള്ളത്. അപ്പൊ ഇത് സിമുലേഷൻ ഒക്കെ ഒരു ഒറ്റ ക്ലിക്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് സർക്യൂട്ട് സ്കിമാറ്റിക് ക്രിയേറ്റ് ചെയ്യണം. ഇത് കുറച്ച് സ്റ്റെപ്സ് അത് പറയാനുണ്ട്. ഇതാണ് നമ്മൾ eSIM ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന eSIM വിൻഡോ ഓപ്പൺ ആവും, മെയിൻ വിൻഡോ ഓപ്പൺ ആവും. ഫസ്റ്റ് ടൈം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഡെസ്റ്റിനേഷൻ ഫോൾഡർ ചോദിക്കും. നമ്മൾ ബിൽഡ് ചെയ്യുന്ന പ്രോജക്റ്റുകളെല്ലാം ഈ ഒരു ഫോൾഡറിലോട്ടായിരിക്കും പോകുന്നത്. ഡിഫോൾട്ട് ആയിട്ട് വർക്ക് സ്പേസ് എന്നൊരു ഫോൾഡർ ഉണ്ട്, അല്ലെങ്കിൽ
നമ്മളൊരു ഡ്രൈവിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് പ്രൊജക്റ്റ് സേവ് ചെയ്യാം. അപ്പൊ ഡ്രൈവിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് പ്രൊജക്റ്റ് സേവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മുടെ പ്രൊജക്ട്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു ഡ്രൈവിൽ പോവുക, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ഒരു പേര് കൊടുക്കാം, ആ പാത്ത് ഇവിടെ ബ്രൗസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് എല്ലാം ഈ ഒരു ഫോൾഡറിലോട്ട് സേവ് ആവും. ഇത് eSIM മെയിൻ വിൻഡോ. ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒരു ന്യൂ പ്രോജക്റ്റ് ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. ഏത് പ്രോജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിന്റെ പ്രോജക്റ്റ് നെയിം കൊടുക്കുക. പ്രോജക്റ്റ് ക്രിയേറ്റഡ് ആവും. പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഐക്കൺസ്, ആ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഐക്കൺസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഐക്കൺ ഓപ്പൺ സ്കീമാറ്റിക് എന്നുള്ള ഐക്കൺ ആണ്. ഓപ്പൺ സ്കീമാറ്റിക് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഏത് പ്രോജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത് അതിന് ഉള്ള സ്കീമാറ്റിക് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ പ്രോജക്റ്റ് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോജക്റ്റ് നെയിം ചെയ്യുക, ഓപ്പൺ സ്കീമാറ്റിക് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് നമ്മുടെ സ്കീമാറ്റിക് വിൻഡോ. ഇവിടെയാണ് നമ്മൾ സർക്യൂട്ട് ഡ്രോ ചെയ്യാൻ പോകുന്നത്. ഈ സ്കീമാറ്റിക് വിൻഡോയിൽ റൈറ്റ് സൈഡിൽ പാനൽ ഉണ്ട്. അവിടെ പ്ലേസ് കമ്പോണന്റ് എന്നുള്ള ഓപ്ഷനാണ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പ്ലേസ് കമ്പോണന്റ് എന്ന് പറയുന്നത് എല്ലാ കമ്പോണൻസും നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഈ കമ്പോണൻസ് എല്ലാം ലൈബ്രറീസിലായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഒക്കെ eSIM ഡിവൈസ് എന്ന ലൈബ്രറി ഉണ്ട്. അപ്പൊ റെസിസ്റ്റർ, കപ്പാസിറ്റർ, അങ്ങനെയുള്ള ഡയോഡ്, ഇതെല്ലാം eSIM ഡിവൈസസ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് സോഴ്സുകൾ കൊടുക്കണം. DC സോഴ്സോ AC സോഴ്സോ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ അതിനുള്ള ലൈബ്രറി ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് കൊടുക്കണം, അതിന് ലൈബ്രറി ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ പ്ലോട്ട് ചെയ്യാനുള്ള അതിനുള്ള ലൈബ്രറീസ് ഉണ്ട്. അങ്ങനെ പല പല ലൈബ്രറീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് സർക്യൂട്ടാണ് വരയ്ക്കാൻ പോകുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻസ് ആദ്യം സെലക്ട് ചെയ്യാം. ഇപ്പൊ പ്ലേസ് കമ്പോണൻസ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് സർക്യൂട്ടാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. ആ സർക്യൂട്ടിന്റെ കമ്പോണൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ഞാൻ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ് ചെയ്യുന്നത്. ഇപ്പൊ വോൾട്ടേജ് റെഗുലേറ്റർ ഇത് സ്കീമാറ്റിക് വരച്ച ഫിഗർ ആണ്. ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഡയോഡ്സ് ഉണ്ട്, ഒരു സൈൻ സോഴ്സ് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, ഒരു റെഗുലേറ്റർ ഉണ്ട്, LM7805 ഉണ്ട്. നെക്സ്റ്റ് പ്ലോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്ലോട്ട് V1 കൊടുത്തിരിക്കുന്നത് പ്ലോട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇത്രയും കമ്പോണൻസ് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ കമ്പോണൻസ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി. പ്ലേസ് കമ്പോണൻസ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ സ്കീമാറ്റിക് വിൻഡോയിൽ വരിക. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏത് കമ്പോണൻറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ആദ്യം നമ്മൾ കാണുന്നത് ലൈബ്രറീസ് ആയിരിക്കും. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കമ്പോണൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ലൈബ്രറി അറിയാമെങ്കിൽ ഞാൻ eSIM ഡിവൈസ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. ആ ലൈബ്രറിയിലെ കമ്പോണൻസ് കാണിക്കും. eSIM ഡയോഡ് എന്നുള്ള കമ്പോണന്റ് സെലക്ട് ചെയ്യാം. ഇതാണ് ഡയോഡ്. ഇവിടെ എല്ലാ കമ്പോണൻസും സെലക്ട് ചെയ്യാനുള്ള ലൈബ്രറിയും ഏതൊക്കെ കമ്പോണൻസ് ഏത് ലൈബ്രറിയും സെലക്ട് ചെയ്യുന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. eSIM ഡിവൈസസ് ഡയോഡ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, പോളറൈസ്ഡ് കപ്പാസിറ്റർ ഇത്രയും സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് 7805 സബ് സർക്യൂട്ട് ലൈബ്രറിയിലാണ്. ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യാം. LM7805 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് പേര് അറിയാമെങ്കിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കമ്പോണന്റ് എടുത്താലും മതി. നെക്സ്റ്റ് സൈൻ സോഴ്സ് eSIM സോഴ്സിലുണ്ട്, ഗ്രൗണ്ട് eSIM പവറിലുണ്ട്, പിന്നെ പ്ലോട്ട് V1 ഉണ്ട്. നമ്മളൊരു പവർ ഫ്ലാഗ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് ജസ്റ്റ് പവർ നമ്മൾ ഗ്രൗണ്ടിന്റെ അവിടെ ഒരു പവർ വരുന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
അത് പറയാം എന്തോന്നുള്ള. ഓക്കെ, അപ്പൊ ഇത്രയും കമ്പൗണ്ട്സ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നമ്മള് സ്കീമാറ്റിക് വിൻഡോയിൽ കൊണ്ടുവന്ന് വെക്കാം. കൊണ്ടുവയ്ക്കുമ്പം അതിന്റെ ഓറിയന്റേഷൻ മാറ്റാൻ പറ്റും. നമുക്ക് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം, അതേപോലെ മിറർ ചെയ്യാം. ഓസിലേറ്റർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ മിറർ ചെയ്യേണ്ടി വരും. ഇപ്പൊ മിറർ ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ കറക്റ്റ് ഓറിയന്റേഷനിൽ ഡയോഡ്സും കപ്പാസിറ്ററും റെസിസ്റ്ററും എല്ലാം ഞാൻ പ്ലേസ് ചെയ്തു. ഈ കമ്പൗണ്ട്സ് എല്ലാം നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പൗണ്ട്സിനെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ട പ്ലേസ് വയർ ആണ്. പ്ലേസ് വയർ എടുക്കുക. കമ്പൗണ്ട്സ് ഏതൊക്കെയാണ് കണക്ട് ചെയ്യേണ്ട ജസ്റ്റ് ആ കമ്പൗണ്ട്സിന്റെ എൻഡിൽ പോയി ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കമ്പൗണ്ടിലോട്ട് കൊണ്ടുവരിക. പ്ലേസ് വയർ വെച്ച് കണക്ട് ചെയ്യുക. എല്ലാ കണക്ഷനും കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഈ വയർ കണക്ഷൻ ആണ് ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ പ്ലേസ് വയർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്രീൻ കളർ ലൈൻ ആയിട്ടായിരിക്കും വരുന്നത്. കമ്പൗണ്ട്സ് എല്ലാം കണക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഈ സർക്യൂട്ട് ഫുള്ള് സെറ്റ് ചെയ്തു, നമ്മൾ സിമുലേറ്റ് ചെയ്തു. ചിലപ്പോൾ എറർ ഒക്കെ വരാം. അപ്പൊ ജസ്റ്റ് ഞാൻ ഇത് സർക്യൂട്ടിന്റെ നെറ്റ് ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കും. നെറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പം ഡീഫാൾട്ട് ആയിട്ട് അതിന്റെ കമ്പൗണ്ട്സിന്റെ എവിടെയാണ് കണക്ഷൻ എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് എല്ലാ നോഡ്സിലും ഒരു നോഡ് നെയിം കൊടുക്കും. അപ്പൊ കമ്പൗണ്ട്സ് ആ നോഡ്സിന്റെ ഇടയ്ക്ക് കണക്റ്റഡ് ആണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഫോർ എക്സാമ്പിൾ D1 എന്നുള്ള ഡയോഡ് N2ന്റെ N3യുടെ ഇടയ്ക്ക് ആണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പൊ N2 N3 എന്നുള്ള കറക്റ്റ് നോഡ് നെയിംസ് കാണിക്കും. അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ പ്ലോട്ടർ വരുന്നിടത്ത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട്സ് സാധാരണ പ്ലോട്ട് ചെയ്യുന്ന അവിടെ പ്ലോട്ടറിന്റെ അവിടെ നമ്മളൊരു ഗ്ലോബൽ ലേബിളാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെല്ലാം ഓപ്ഷൻസ് അവിടെ ഉണ്ട്. നോഡ് നെയിം സെറ്റ് ചെയ്യാൻ ലോക്കൽ ലേബിൾ സെറ്റ് ചെയ്യാം. ഗ്ലോബൽ ലേബിൾ സെറ്റ് ചെയ്യാൻ ഗ്ലോബൽ ലേബിൾ ഓപ്ഷൻ എടുക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിലെ വിൻഡോ തന്നെ സൈഡിലെ പാനൽ തന്നെ നോക്കുക. പ്ലേസ് കമ്പൗണ്ട് ഓപ്ഷന് തൊട്ട് താഴെ പ്ലേസ് വയർ ഓപ്ഷൻ ഉണ്ട്, ലോക്കൽ ലേബിൾ ഓപ്ഷൻ ഉണ്ട്. നോഡ് നെയിംസ് ഞാൻ ലോക്കൽ ലേബിൾ ഉപയോഗിച്ചിട്ടാണ് ലേബിൾ ചെയ്തത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ലേബിൾ ചെയ്ത് ഗ്ലോബൽ ലേബിൾസ് ഉപയോഗിച്ചിട്ടായിരുന്നു. ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. സർക്യൂട്ട് അല്ല കമ്പൗണ്ട്സ് വെച്ചു, വയർ കണക്ഷൻസ് ചെയ്തു, നോഡ്സ് ഒക്കെ നെയിം ചെയ്തു. പ്ലോട്ടിനുള്ള പ്ലോട്ട് V1 പ്ലോട്ട് V1 എന്നുള്ള ഓപ്ഷൻ എടുത്ത് 2 പ്ലോട്ടർ വെച്ചു. ഒന്ന് U1 ഒന്ന് U2 ഇൻപുട്ടിന് ഔട്ട്പുട്ട് 2 പ്ലോട്ടർ വെച്ചു. ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മൾ കമ്പൗണ്ട്സ് എടുത്ത് വെക്കുമ്പം ഈ D1 D2 D3 D4 എന്നുള്ള നെയിംസ് നമുക്ക് അതിനകത്ത് വരത്തില്ല. നമ്മൾ കമ്പൗണ്ട്സ് എടുത്ത് വെക്കുമ്പോൾ ഒരു D ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ D1 D2 D3 D4 നമുക്ക് എഡിറ്റ് ചെയ്യാം. ഒരു അനോട്ടേഷൻ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്ന പ്രസന്ന ഒന്ന് ഓഫ് ചെയ്യട്ടെ അനോട്ടേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നെയിം ചെയ്യാനായിട്ട് നമുക്ക് D1 ആ D എന്നുള്ള ഓപ്ഷനിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അനോട്ടേഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് അനോട്ടേഷൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളെ വിൻഡോയില് മുകളില് അനോട്ടേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നെയിമിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. D1 D2 റെസിസ്റ്റൻ R1 R2 അങ്ങനെയുള്ള അനോട്ടേഷൻ. നമുക്ക് RN R out എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. RN R out ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ R1 R2 R2 ഡിഫോൾട്ട് ആയിട്ട് മതിയെങ്കിൽ അനോട്ടേറ്റ് ചെയ്യാം. എല്ലാ കമ്പൗണ്ട്സും
നെയിമിങ് കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ എഡിറ്റ് ചെയ്തില്ല. നമ്മൾ കമ്പൗണ്ട് എടുത്ത് വയ്ക്കുമ്പോൾ വാല്യൂ അതിനകത്ത് eSIM ഡയോഡ് എന്നുള്ള പേര് അവിടെ കാണുള്ളൂ, വാല്യൂ കാണില്ല. ജസ്റ്റ് കമ്പൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് കമ്പൗണ്ട് ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് വാല്യൂ സെലക്ട് ചെയ്യണം. കമ്പൗണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കമ്പോണന്റ് വാല്യൂ. ഈ സെലക്ട് ചെയ്ത് നമ്മൾ വാല്യൂ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത വിൻഡോ ഓപ്പൺ ആവും. അതിൻ്റെ അകത്ത് eSIM ഡയോഡ് എന്നുള്ളതായിരിക്കും കാണുന്നത്. നമ്മളത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഏത് വാല്യൂ ആണ് കൊടുക്കേണ്ടത് ആ വാല്യൂ എൻ്റർ ചെയ്താൽ മതി. അപ്പൊ എഡിറ്റ് കമ്പൗണ്ട് എടുക്കുമ്പോൾ വാല്യൂ സെലക്ട് ചെയ്യാൻ ഓർത്തോണം. എന്നിട്ട് ഏത് വാല്യൂ എന്നുള്ള കൊടുക്കാം. കമ്പോണൻസ് എല്ലാം പ്ലേസ് ചെയ്തു, വയർ കണക്ഷൻസ് ചെയ്തു, അനോട്ടേറ്റ് ചെയ്തു, വാല്യൂസ് എഡിറ്റ് ചെയ്തു. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യണം. നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ടോപ്പ് പാനലിൽ തന്നെയാണ് ഓപ്ഷൻ ഉള്ളത്, ക്രിയേറ്റ് നെറ്റ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷന്. ക്രിയേറ്റ് നെറ്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് ഡിസൈൻ റൂൾസ് ഒന്ന് ചെക്ക് ചെയ്യണം, DRC ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഡിസൈൻ റൂൾ ചെക്കറാണ് DRC, ഇലക്ട്രിക്കൽ റൂൾസ് ചെക്കർ. അപ്പൊ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വേണം നെറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ജസ്റ്റ് DRC ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് റൺ ഓപ്ഷൻ ഉണ്ട്. റൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എറേഴ്സ് ഉണ്ടെങ്കിൽ കാണിക്കും, വാർണിംഗ്സ് ഉണ്ടെങ്കിൽ കാണിക്കും. DRC കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യണം. അതും തൊട്ടടുത്തുള്ള ഐക്കണാണ് ജനറേറ്റ് നെറ്റ് ലിസ്റ്റ്. ജനറേറ്റ് നെറ്റ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന സ്പൈസ് നെറ്റ് ലിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് നെറ്റ് ലിസ്റ്റിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് സ്പൈസ് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. സ്പൈസ് സെലക്ട് ചെയ്യാം. അതിനകത്ത് ഡീഫോൾട്ട് ഫോർമാറ്റ് സെലക്ട് ചെയ്താൽ മതി. സ്പൈസിൽ ഡീഫോൾട്ട് ഫോർമാറ്റ് സെലക്ട് ചെയ്യാം, ജനറേറ്റ് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കീമയുടെ വർക്കിംഗ് കഴിഞ്ഞു. അപ്പൊ ഈ സ്കീമയുടെ നമുക്ക് മിനിമൈസ് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ eSIM മെയിൻ വിൻഡോയിൽ തന്നെ വരാം. അപ്പൊ eSIM നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും eSIM മെയിൻ വിൻഡോ ഓപ്പൺ ആവും. ഈ സ്കീമ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആവുന്ന. അപ്പൊ അത് ജസ്റ്റ് ആ വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്താൽ മതി. എന്നിട്ട് eSIM മെയിൻ വിൻഡോ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഐക്കണാണ് ആദ്യം ഞാൻ സെലക്ട് ചെയ്ത് ഓപ്പൺ സ്കീമാറ്റിക്കിന് വേണ്ടിയിട്ട്. അടുത്തത് കീകാഡിലുള്ള നെറ്റ് ലിസ്റ്റ് നമുക്ക് ngSpice സിമുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ngSpiceലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ സെക്കൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. കൺവേർട്ട് കീകാഡ് ടു ngSpice ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അതിന്റെ സൈഡിലോട്ട് തന്നെ വിൻഡോ വരും. ഈ പാനലിൽ കാണാം. നമ്മൾ ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ വിൻഡോ ഓപ്പൺ ആവും. ഈ വിൻഡോയ്ക്കകത്ത് എൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് അനാലിസിസ് ഓപ്ഷൻ ഉണ്ട്, സോഴ്സ് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ട്, ngSpice മോഡൽ ഉണ്ട്, ഡിവൈസ് മോഡൽ ഉണ്ട്, സബ് സർക്യൂട്ട് മോഡൽ ഉണ്ട്. അനാലിസിസ് ആണ് നമ്മൾ ഏത് അനാലിസിസ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ AC അനാലിസിസ് സെലക്ട് ചെയ്യാം. ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ ചെയ്യണമെങ്കിൽ AC അനാലിസിസ്, ടൈം റെസ്പോൺസ് ആണ് ചെയ്യണമെങ്കിൽ ട്രാൻസിയന്റ് അനാലിസിസ് എടുക്കാം. അല്ലെങ്കിൽ ട്രാൻസ്ഫർ കർവ്സ് ക്യാരെ ഒക്കെ ചെയ്യണമെങ്കിൽ DC അനാലിസിസ് എടുക്കാം. ഇപ്പൊ ഞാൻ ട്രാൻസിയന്റ് അനാലിസിസ് ആണ് എടുക്കുന്നത്. അതിന്റെ സ്റ്റാർട്ട് ടൈം കൊടുക്കുക, സ്റ്റെപ്പ് ടൈം കൊടുക്കുക, സ്റ്റോപ്പ് ടൈം കൊടുക്കുക. ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. എത്ര സെക്കൻഡ്സോ മില്ലി സെക്കൻഡ്സോ മൈക്രോ സെക്കൻഡ്സോ ഓപ്ഷൻസ് വരും. അത് സെലക്ട് ചെയ്യാം. ഈ വാല്യൂസ് എൻ്റർ ചെയ്താൽ മതി. എന്നിട്ട് സെക്കൻഡ്സ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട്. സോഴ്സ് ഡീറ്റെയിൽസ് പറയുന്നത് നമ്മൾ അവിടെ സൈൻ സോഴ്സ് കൊടുത്തു. ആ സൈൻ സോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓഫ്സെറ്റ് വാല്യൂം ഡിലേ ടൈമും ഡാമേജ് ഫാക്ടർ ഒക്കെ ഞാൻ 0 ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാണ്. ആംപ്ലിറ്റ്യൂഡ് ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കാം. ഞാൻ ഇപ്പോൾ 24 കൊടുത്തു. 7805 നമുക്കറിയാം ഒരു 5 വോൾട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അപ്പം ഒരു വാല്യൂ 24 10 11 ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം നമുക്ക് ആംപ്ലിറ്റ്യൂഡ്. ഫ്രീക്വൻസി ഞാൻ 50 ഹെർട്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
അടുത്ത ഓപ്ഷന് ngSpice മോഡൽ. ngSpice മോഡൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, അപ്പൊ അതിലൊന്നും ചെയ്യണ്ട. നെക്സ്റ്റ് ഡിവൈസ് മോഡലിംഗ്. ഡിവൈസ് മോഡലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവ് കമ്പോണൻസിനൊക്കെ ഒരു മോഡൽ ലൈബ്രറി ഉണ്ട്. അപ്പൊ ആ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ഏത് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത് അതിന്റെ മോഡൽ ഫയൽ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആഡ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ലൈബ്രറിയിലോട്ട് പോകും. നമ്മളിപ്പോൾ ഡയോഡാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഡയോഡ് യൂസ് ചെയ്യുമ്പോൾ ഡയോഡ് എന്ന് തന്നെ കാണാൻ പറ്റും. ഡയോഡ് ക്ലിക്ക് ചെയ്യാം, അതായത് d.library എന്നുള്ള സെലക്ട് ചെയ്യാം. അപ്പൊ എല്ലാ ഡയോഡിനും നമ്മൾ ഇതേപോലെ സെലക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ എത്ര ഡയോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ 5 ഡയോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. 5 ഡയോഡ്സിന്റെ ആഡ് ചെയ്യേണ്ടി വരും. അതവിടെ കാണാം. നെക്സ്റ്റ് സബ് സർക്യൂട്ട്സ്. സബ് സർക്യൂട്ട്സ് ഞാൻ ഇവിടെ LM7805 എന്നുള്ളത് സബ് സർക്യൂട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ആഡ് കൊടുക്കുക, സബ് സർക്യൂട്ട് ലൈബ്രറി ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് LM7805 ക്ലിക്ക് ചെയ്താൽ മതി. സബ് സർക്യൂട്ട് ആഡഡ് ആണ്. ഇതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം, അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പൊ ഈ ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാം ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്തതിൻ്റെ അകത്ത് വാല്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമ്മൾ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് എൻ്റർ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ഐക്കണ് സിമുലേറ്റ് ക്ലിക്ക് ചെയ്യണം. സിമുലേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയൊക്കെ പ്ലോട്ടർ വെച്ചിരിക്കുന്ന അതിൻ്റെ എല്ലാം പ്ലോട്ട് ജനറേറ്റ് ആവും. ഇപ്പൊ നമ്മൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലാണ് 2 പ്ലോട്ടർ വെച്ചിരിക്കുന്ന. ആ 2 പ്ലോട്ടും എനിക്ക് കാണാൻ പറ്റും. ഇത് ngSpice പ്ലോട്ട് എന്നാ പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ തന്നെ ഒരു പൈത്തോൺ പ്ലോട്ടും ഉണ്ട്. ഇതെല്ലാം സൈഡ് ബൈ സൈഡ് ആയിട്ട് നമുക്ക് വിൻഡോയിൽ വരുന്നതാണ്. പൈത്തോൺ പ്ലോട്ട് ഉണ്ട്. ഈ പൈത്തോൺ പ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യാം, ഏതാണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ട അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ സൈഡിൽ കാണാൻ പറ്റും, ഞാൻ നോഡ് 2 നോഡ് 3 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വി ഇൻ കൊടുത്തിട്ടുണ്ട്, വി ഔട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഏതാണ് ഞാൻ ഇപ്പൊ വി ഇന്നും വി ഔട്ടും ആണ് ക്ലിക്ക് ചെയ്തിരിക്കുന്ന. പ്ലോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, പ്ലോട്ട് ക്ലിക്ക് ചെയ്യാം, അത് പ്ലോട്ടഡ് ആവും. അത് കഴിഞ്ഞിട്ടുള്ള നോട്ട്സ് ഇതൊക്കെ X1 നെറ്റ് C1 പാഡ് ഇതെല്ലാം ഡീഫോൾട്ട് ആയിട്ട് വരുന്ന നോഡ് നെയിംസ് ആണ്. നമ്മൾ നോഡ് നെയിംസ് കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ഈ രീതിയിലായിരിക്കും നോഡ് നെയിംസ് വരുന്നത്. അപ്പൊ നമുക്കത് നോക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ നമ്മൾ നോഡ് 1 നോഡ് 2 എന്നൊക്കെ കൊടുത്താൽ നമുക്ക് നോട്ട്സ് ഐഡന്റിഫൈ എളുപ്പമായിരിക്കും. ഇത് കഴിഞ്ഞു, ഒരു സർക്യൂട്ട് സിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഈ ഒരു സർക്യൂട്ടിന്റെ നെറ്റ് ലിസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ D1 ഏത് നോട്ട്സിന്റെ ഇടയ്ക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, നോഡ് 2ന്റെയും നോഡ് 3യുടെ ഇടയ്ക്കാണ്. ഏത് കമ്പൗണ്ട് ആണ്, ഈ സിം ഡയോഡാണ്. അതേപോലെ D1 D2 D3 D4 D5യുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കപ്പാസിറ്ററിന്റെ ഏത് നോഡിന്റെ ഇടയ്ക്കാണ് അതിന്റെ വാല്യൂ, റെസിസ്റ്ററിന്റെ ഏത് നോഡിന്റെ ഇടയ്ക്കാണ് അതിന്റെ വാല്യൂ. അതിന് ഉള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് നെറ്റ് ലിസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഏതൊക്കെ കമ്പൗണ്ട്സ് ഉണ്ട്, എവിടെയാണ് കണക്ഷൻ വരുന്നത്, അതിന്റെ വാല്യൂ ഏതാണ്, ഇത്ര ഡീറ്റെയിൽസ് നമുക്ക് നെറ്റ് ലിസ്റ്റിൽ ക്രിയേറ്റ് ഇടാം. ഇത് ഔട്ട്പുട്ട് ഫയൽ. ഞാൻ സിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്ന ഫയലാണ് ഔട്ട്പുട്ട് ഫയൽ. അപ്പൊ ഇവിടെ നിങ്ങളുടെ സബ് സർക്യൂട്ട് അതേപോലെ ലൈബ്രറീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. 7805യുടെ സബ് സർക്യൂട്ട് ലൈബ്രറി ഇൻക്ലൂഡഡ് ആണ്. ഡയോഡിന്റെ d.library ഫയൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ ഞാൻ സിമുലേഷന്റെ അനാലിസിസ് ടൈമിലാണ് ഞാൻ സൈനിന്റെ വാല്യൂ കൊടുത്തത്. സൈൻ സോഴ്സ് ഇവിടെ കാണാൻ പറ്റും, കൊടുത്ത വാല്യൂസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ട്രാൻസിയന്റ് അനാലിസിസ് ആണ് എടുത്തത് അല്ലെ. അപ്പൊ ട്രാൻസിയന്റിന്റെ അനാലിസിസിന്റെ വാല്യൂ, സ്റ്റാർട്ട് ടൈം, സ്റ്റോപ്പ് ടൈം, സ്റ്റെപ്പ് ടൈം, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഫയലിന്റെ അകത്ത് കാണാം. നെക്സ്റ്റ് പ്ലോട്ട് ചെയ്ത് ഏതാണെന്നുള്ള പ്ലോട്ട് വി ഔട്ട്, വി ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലോട്ട് വി ഇന്നും കൂടെ വരും ഇതിൻ്റെ അകത്ത്.
ഇനി ഞാൻ എൻ്റെ ചെയ്ത വീഡിയോ ഒന്ന് കാണിക്കാം. നമ്മളിത് ചെയ്ത് കാണിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഞാൻ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ അത് eSIM ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഇതാണ് eSIM ഐക്കൺ. eSIM ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് വീഡിയോ ആണ്. eSIM ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ eSIM വിൻഡോ ഓപ്പൺ ആവും. ഇപ്പൊ ഞാൻ ന്യൂ പ്രോജക്റ്റ് എടുക്കുകയാണ്. മുകളിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ പ്രോജക്റ്റ് എടുക്കാം, പ്രോജക്റ്റ് നെയിം കൊടുക്കാം. നമ്മൾ ഏത് സർക്യൂട്ടാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് മാച്ച് ചെയ്യുന്ന ഒരു പേര് കൊടുക്കാം. പേരിൻ്റെ അകത്ത് സ്പേസിംഗ് ഒന്നും വരില്ല. ഓക്കെ കൊടുക്കുക, പ്രോജക്റ്റ് നെയിം കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അടുത്തത് ഓപ്പൺ സ്കീമാറ്റിക് ക്ലിക്ക് ചെയ്യണം. ഞാൻ regulator.ftp എന്നുള്ള ഒരു പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുന്ന ഉടനെ തന്നെ പ്രോജക്റ്റ് ബിൽഡ് ആവും. ഞാൻ നെക്സ്റ്റ് ഓപ്പൺ സ്കീമാറ്റിക് ക്ലിക്ക് ചെയ്തു. സ്കീമാറ്റിക് വിൻഡോ ഓപ്പൺ ആയി. ഒന്ന് മാക്സിമൈസ് ചെയ്യാം, നമുക്ക് സൂം ചെയ്യാം, നമുക്കൊന്ന് കാണാൻ വേണ്ടി സൂം ചെയ്യാം. ഇവിടെ ഞാൻ പ്ലേസ് കമ്പോണൻസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ പ്ലേസ് കമ്പോണൻസ് ക്ലിക്ക് ചെയ്തു. eSIM ഡിവൈസസ് എന്ന് ടൈപ്പ് ചെയ്യുക. eSIM ഡിവൈസസ് ടൈപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് eSIM ഡയോഡ് സെലക്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് eSIM ഡയോഡ് കൊടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. നമുക്ക് പേരറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് eSIM ഡയോഡിന് കൊടുത്താലും മതി. ഓക്കെ, eSIM ഡയോഡ് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് എന്നെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് R കീ പ്രസ് ചെയ്താൽ മതി കേട്ടോ, റൊട്ടേറ്റഡ് ആവും. റൊട്ടേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്തു. ഇനി ഞാനൊരു സോഴ്സ് എടുക്കുകയാണ്. ഈ കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സോഴ്സ് എടുക്കുകയാണ്. ഇപ്പൊ സൈൻ സോഴ്സ് എടുത്ത് പ്ലേസ് ചെയ്ത് ഇത് ഫുൾ സർക്യൂട്ട് വരയ്ക്കുന്നില്ലേ വീഡിയോയില്. പ്ലേസ് ചെയ്ത് പ്ലേസ് വയർ ക്ലിക്ക് ചെയ്യാം. പ്ലേസ് വയർ ക്ലിക്ക് ചെയ്തിട്ട് കണക്ഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. രണ്ട് എൻഡ് പോയിന്റ്സിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ മതി കണക്ഷൻസ് ആവും. ഞാനൊരു ഡയോഡ് എടുത്തിട്ട് ഇതിന്റെ വാല്യൂ എഡിറ്റ് ചെയ്യാൻ പോയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കമ്പോണന്റ് എടുക്കുക, വാല്യൂ ക്ലിക്ക് ചെയ്യാം. ഇനി അതിന്റെ വാല്യൂ കൊടുക്കാം. അനോട്ടേഷൻ അല്ല, നോഡ് നെയിമിങ് ലോക്കൽ ലേബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഏതാണെന്ന് നോഡ് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് നോഡ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. ഗ്ലോബൽ ലേബിൾ സെലക്ട് ചെയ്യുന്ന ഗ്ലോബൽ ലേബിളിൽ ക്ലിക്ക് ചെയ്യാം. പേര് കൊടുക്കുക. ഗ്ലോബൽ ലേബിൾ എടുത്ത് വയ്ക്കുക. ഓക്കെ, പ്ലോട്ടർ കാണിച്ചിട്ടില്ല. പ്ലോട്ടർ ഇതേപോലെ സെലക്ട് ചെയ്ത് നമുക്ക് പ്ലോട്ട് വയ്ക്കാം. എല്ലാ കമ്പൗണ്ട്സ് ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, ഇതൊരു കംപ്ലീറ്റ് സർക്യൂട്ട് ആണ്. എല്ലാ കമ്പൗണ്ട്സ് വെച്ചു. അതിൻ്റെ അകത്ത് ഞാൻ വാല്യൂ എഡിറ്റ് ചെയ്ത് കാണിച്ചു. പ്ലേസ് വയർ വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു. വയേഴ്സ് ഒക്കെ കണക്ഷൻ കൊടുത്തു. പ്ലോട്ടർ ഒക്കെ കൊടുത്തു. ലോക്കൽ ലേബിൾസ്, നോഡ്സ് ഇൻ ലോക്കൽ ലേബിൾസ് ഇതിനകത്ത് എഴുതിയിട്ടില്ല. നമുക്ക് ലോക്കൽ ലേബിൾസ് കൊടുക്കാം, ഗ്ലോബൽ ലേബിൾസ് ഒക്കെ കൊടുക്കാം. ഇനി നിങ്ങൾ നോക്കുമ്പം ഈ ഒരു സർക്യൂട്ട്
ഡി എന്നുള്ളത് ഡി ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കിടക്കുന്നത്. അതിന്റെ നെയിമിംഗ് വന്നിട്ടില്ല. നെയിമിംഗ് വരണമെങ്കിൽ നമ്മൾ അനോട്ടേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നെയിമിംഗ് മാറുന്നത് കാണാം. അനോട്ടേറ്റ് സെലക്ട് ചെയ്യാം. അനോട്ടേറ്റ് കൊടുത്താൽ മതി. നെയിംസ് എല്ലാം ചേഞ്ച് ആയി. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ റൂൾസ് ഒന്ന് ചെക്ക് ചെയ്യാണ്. DRC ക്ലിക്ക് ചെയ്യാം. ഇവിടെ എനിക്ക് കുറച്ച് വാർണിംഗ്സ് ആണ് വന്നത്. വാർണിംഗ്സ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഗ്ലോബൽ ലേബൽസ് കൊടുത്തത് തന്നെ അത് വാർണിംഗ് ആയിട്ട് വരും. ഗ്ലോബൽ ലേബൽസ് ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല എന്നൊരു വാർണിംഗ് വരും. ജസ്റ്റ് ഇഗ്നോർ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ വാർണിംഗ് വരുമ്പോൾ നമ്മളിവിടെ ഡിലീറ്റ് മാർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് മാർക്കർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ കാണാം ERC റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ 3, വാർണിംഗ് ആണ് 3. എറർ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വാർണിംഗ് ആണ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പൊ ഈ എറേഴ്സ് അല്ലെങ്കിൽ വാർണിംഗ് വരുമ്പോൾ ഇവിടെ ഒരു മാർക്കർ വരുന്ന കാണാം. ഒരു ഗ്രീൻ കളർ മാർക്കർ വന്നിരിക്കുന്നതാണ്. അവിടെയൊക്കെയാണ് എറേഴ്സ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വാർണിംഗ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ ഡിലീറ്റ് മാർക്കർ കൊടുക്കുകയാണ്. ഡിലീറ്റ് മാർക്കർ കൊടുത്തിട്ട് ഞാൻ റൺ കൊടുക്കുകയാണ്. റൺ അല്ല ക്ലോസ് കൊടുക്കുകയാണ്. റൺ ചെയ്യുമ്പോഴാണ് നമ്മൾ എറേഴ്സ് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഡിലീറ്റ് മാർക്കർ കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാം. സ്പൈസ് സെലക്ട് ചെയ്യണം, ഡിഫോൾട്ട് ഫോർമാറ്റ് സെലക്ട് ചെയ്യണം, ജനറേറ്റ് കൊടുക്കണം, സേവ് കൊടുക്കുക. എവിടെ സേവ് ചെയ്യണം എന്നാണ് ചോദിച്ചത്, ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. ഇത്രയും ചെയ്താൽ വിൻഡോസ് മിനിമൈസ് ചെയ്യാം. ഇത് മെയിൻ വിൻഡോയിലോട്ട് വന്നു. ക്ലിക്ക് ചെയ്യാം. KiCad to ngSpice കൺവേർട്ടർ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അനാലിസിസ് ആണ് ഫസ്റ്റ് വരുന്നത്. സോഴ്സ് ഡീറ്റെയിൽസ്, ഡിവൈസ് മോഡലിംഗ്, സബ് സർക്യൂട്ട്സ്. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് വാല്യൂസ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കും. ജസ്റ്റ് വാല്യൂസ് ഒക്കെ ഒന്ന് എൻ്റർ ചെയ്യാം. 0. ഇവിടെ സെക്കൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. സെക്കൻഡ്, മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് ഒക്കെ മാറ്റാൻ പറ്റും. ഇപ്പൊ വാല്യൂ കൊടുക്കുക, ഏത് സെക്കൻഡ് വേണമെന്നുള്ള സെലക്ട് ചെയ്യാം. ഈ അനാലിസിസ് കൊടുക്കണം, സോഴ്സ് ഡീറ്റെയിൽസ് കൊടുക്കണം. നമുക്ക് ഏതാ വേണ്ടത്. ചിലതിൽ നമുക്ക് റെസിസ്റ്റർ, കപ്പാസിറ്റർ മാത്രമുള്ളൊരു സർക്യൂട്ട് ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഡിവൈസ് മോഡലിംഗ് വേണ്ടി വരത്തില്ല. സബ് സർക്യൂട്ട് ഇല്ല, സബ് സർക്യൂട്ട് വേണ്ടി വരില്ല. അപ്പൊ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അത് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു സർക്യൂട്ടിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ വരും. ചിലതിൽ ngSpice മോഡലും വരാറുണ്ട് ചില സർക്യൂട്ടിനകത്ത്. അപ്പൊ അന്നേരം അത് സെലക്ട് ചെയ്യുക, അതിന്റെ വാല്യൂ കൊടുക്കുക. നമുക്ക് വേണ്ടുന്ന ഏതാന്നുള്ള സെലക്ട് ചെയ്യുക, വാല്യൂസ് കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ എല്ലാത്തിനും വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അനാലിസിസ് കൊടുത്തിട്ടുണ്ട്, സോഴ്സ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ngSpice ഒന്നും സെലക്റ്റഡ് അല്ല. ഡിവൈസ് മോഡലിംഗ് എല്ലാ ഡയോഡിനും സെലക്ട് ചെയ്യണം. സബ് സർക്യൂട്ട് ഞാൻ സബ് സർക്യൂട്ട് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാണ്. ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്യാം. സബ് സർക്യൂട്ട് ലൈബ്രറി ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഞാൻ ആഡ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ സബ് സർക്യൂട്ട് ലൈബ്രറിയിലാണ് വന്നത്. അപ്പൊ അവിടെ നിന്ന് എല്ലാം 7805 ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. അതുപോലെ ഡയോഡ് നമ്മൾ അവിടെ ആഡ് കൊടുക്കുമ്പോൾ മോഡൽ ലൈബ്രറി ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡ് ആവും. അത് ഓപ്പൺ ചെയ്ത് വരും. അതിൻ്റെ അകത്ത് ഡയോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. d.library ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സെലക്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കൺവേർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. കൺവേർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺവേർഷൻ കംപ്ലീറ്റഡ് ആയി എന്നുള്ള മെസ്സേജ് വരും. നമ്മളെ KiCad ngSpice നെറ്റ് ലിസ്റ്റ് ആയിട്ട് കൺവേർട്ടഡ് ആയി. ഓക്കെ, ഓക്കെ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സിമുലേഷൻ ആണ്. സിമുലേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, സിമുലേഷൻ നടക്കും. ഇവിടെ നമ്മൾ കൊടുത്ത ഏതൊക്കെ പ്ലോട്ട് കൊടുത്തിരിക്കുന്ന അതിന്റെ ngSpice പ്ലോട്ട് കാണിക്കും. ngSpice കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പൈത്തൺ പ്ലോട്ടും ഓപ്പൺ ആയിട്ട് വരും. സെയിം ടൈം തന്നെ ഓപ്പൺ ആയിട്ട് വരും. ngSpice വിൻഡോ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലോട്ട് കൊടുക്കാതിരുന്നാൽ മതി. നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ പൈത്തൺ വിൻഡോയുടെ പ്രിന്റ് എടുക്കാനാണ്
നല്ലത്. പൈത്തോൺ പ്ലോട്ട് മാത്രം മതിയെങ്കിൽ പ്ലോട്ട് കൊടുക്കാതിരുന്നാൽ മതി. ഇത് പൈത്തോൺ പ്ലോട്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ സെലക്ട് ചെയ്യണം ഏതാണ് നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ള ആ നോട്ട്സിന്റെ സെലക്ഷൻ കൊടുക്കണം. അപ്പൊ ഞാൻ ഇൻറ്റും ഔട്ടും ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. പ്ലോട്ട് ഓപ്ഷൻ ഉണ്ട്, പ്ലോട്ട് കൊടുക്കാം. ഇൻറ്റു സെലക്ട് ചെയ്ത് ഔട്ട് സെലക്ട് ചെയ്ത് പ്ലോട്ട് കൊടുക്കാം. ഔട്ട്പുട്ട് പ്ലോട്ട്. ഇത്രേ ഉള്ളൂ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. നമ്മൾ ഈ സിം ഓപ്പൺ ചെയ്തു. ഈ സിമിന്റെ അകത്ത് സ്കീമാറ്റിക് ഓപ്പൺ ചെയ്യാം. ആദ്യം പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സ്കീമാറ്റിക് ഓപ്പൺ ചെയ്യാം. നമ്മൾ വേണ്ടുന്ന സർക്യൂട്ട് വരയ്ക്കുക. അതിനുള്ള എല്ലാ സ്റ്റെപ്സും പറയുന്നുണ്ട്. സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മളെ KiCad ngSpice കൺവേർഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അനാലിസിസ് ഒക്കെ അവിടെ കൊടുക്കണം. നെക്സ്റ്റ് സിമുലേറ്റ് കൊടുത്താൽ മതി. നമ്മുടെ സർക്യൂട്ട് സിമുലേഷൻ കംപ്ലീറ്റ് ആയി. ഇതൊരു അനലോഗ് സർക്യൂട്ട് ആണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ സർക്യൂട്ടിലോട്ട് പോവുകയാണ്. ഒരു സർക്യൂട്ട് നമ്മൾ ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ഏത് സർക്യൂട്ട് വേണമെങ്കിലും ഇനി ചെയ്യാം. ഇതിപ്പോ റെഗുലേറ്റർ പഠിച്ചു. ഇതേപോലെ ആംപ്ലിഫയറിൽ നമുക്ക് കമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തു. അത് സർക്യൂട്ട് വരയ്ക്കാം. അനാലിസിസ് എന്തോന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് അനാലിസിന് അവിടെ കൊടുക്കാം. ബാക്കി സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. പ്ലേസ് കമ്പൗണ്ട്, പ്ലേസ് വയർ, അനോട്ടേറ്റ്, DRC, ജനറേറ്റ് നെറ്റ് ലിസ്റ്റ്, ഈ വരുന്ന എല്ലാ സ്റ്റെപ്സും സെയിം ആണ്. അത് അടുത്ത KiCad ngSpice കൺവേർഷൻ, സിമുലേഷൻ എല്ലാം സെയിം ആണ്. നമ്മുടെ സർക്യൂട്ടിലോ അനാലിസിസിലോ വരുന്ന വ്യത്യാസം അല്ലാതെ ബാക്കിയെല്ലാം സെയിം സ്റ്റെപ്സ് ആണ് വരുന്നത്. ഇനി ഡിജിറ്റലിലോട്ട് പോകുമ്പം ഇതൊരു ഡിജിറ്റൽ സർക്യൂട്ട് ആണ് വരച്ചത്. ഞാനൊരു ഹാഫ് ആഡർ ആണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ഡിവൈസസ് ഈ സിം ഡിജിറ്റൽ എന്ന് പറഞ്ഞ ലൈബ്രറിയിൽ നിന്നാണ് ഡിവൈസസ് എടുക്കുന്നത്. ഒരു XOR ഗേറ്റും ഒരു AND ഗേറ്റും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ സിമ്മില് ഡയറക്റ്റ് നമുക്ക് ഡിജിറ്റൽ സിഗ്നൽസ് സിമുലേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് ഒരു ADCയും ഒരു DACയും ബ്രിഡ്ജ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഒരു അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ അനലോഗ് കൺവേർട്ടറും നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽസ് അനലോഗ്, നമ്മൾ ഡിവൈസസ് ഡിജിറ്റൽ ഡിവൈസസ് വയ്ക്കുന്നത് കണക്ഷൻ കൊടുക്കുന്നതിന് മുന്നേ ഒരു ADC വയ്ക്കാം. ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഒരു DAC വയ്ക്കാം. ഇതില് എത്ര ഇൻപുട്ട് എത്ര ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് ഇഷ്ടംപോലെ ബ്രിഡ്ജസ് അവൈലബിൾ ആണ്. ഏത് ബ്രിഡ്ജ് ആണെന്നുള്ളത് സെലക്ട് ചെയ്തെടുത്താൽ മതി. ബ്രിഡ്ജ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് 1 ഇൻപുട്ട് 1 ഔട്ട്പുട്ട്, 2 എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ട് 2 ഔട്ട്പുട്ട്. അപ്പൊ ആ ഒരു കൺവേർഷൻ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ബാക്കി സർക്യൂട്ട്സ് സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ സിമിലർ ആണ്. അനലോഗ് സർക്യൂട്ട് പോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. നമ്മൾ ഡിജിറ്റൽ ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് നമ്മൾ 1 0 ആയിട്ടല്ല സെറ്റ് ചെയ്യുന്നത്. നമ്മൾ പൾസസ് ആയിട്ട് അല്ലെങ്കിൽ സ്ക്വയർ വേവ് അങ്ങനെയുള്ള വേവ്സ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പൾസ് ആയിട്ടായിരിക്കും ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ഇൻപുട്ട് 2 കൊടുത്തിരിക്കുന്ന ഒരു A എന്ന് പറഞ്ഞ ഇൻപുട്ട്, B എന്ന് പറഞ്ഞ ഇൻപുട്ട് ഞാൻ 2 പൾസ് ആയിട്ട് സെറ്റ് ചെയ്തു. ഫസ്റ്റ് ഈ പൾസ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൾസ് വിട്ട് കൊടുക്കണം, ടോട്ടൽ പീരീഡ് കൊടുക്കുക, അതിന്റെ ആംപ്ലിറ്റ്യൂഡ്സ് ഒക്കെ കൊടുത്താൽ മതി പൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഈ 2 പൾസ് ഞാൻ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇതൊക്കെ നമ്മൾ പൾസ് സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സോഴ്സ് കൊടുക്കുമല്ലോ. നമ്മൾ KiCad to ngSpice കൺവേർഷൻ കൊടുക്കുന്നതിന്റെ അവിടെ സോഴ്സസ് വരും. ആ സോഴ്സസിന്റെ അവിടെ ഈ വാല്യൂസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ സിമുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന സമ്മും ക്യാരിയും. ഇപ്പൊ പൾസിനനുസരിച്ചിട്ട് 1 1 1 0 0 1 അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് ക്രിയേറ്റഡ് ആയി. സമ്മും ക്യാരിയും ഇൻപുട്ടിനനുസരിച്ച് സമ്മും ക്യാരിയും ജനറേറ്റ് ആയി. അപ്പൊ നമ്മൾക്ക് 2 സർക്യൂട്ട്, ഒരു കോമ്പിനേഷൻ സർക്യൂട്ട്, ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ് പറയുന്നത്. ഒരു ഹാഫ് ആഡറും ഒരു കൗണ്ടറും ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്യുന്ന നമ്മൾ സിലബസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സർക്യൂട്ട്സും
ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ലൈഡ്സ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഡ്രൈവ് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നോക്കിയാൽ മതി. നമ്മൾ ലാബിന് വേണ്ടുന്ന എല്ലാ എക്സ്പീരിയൻസ് അതിനകത്തുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്താൽ മതി. എല്ലാ വാല്യൂസും ഏതൊക്കെ കമ്പൗണ്ട്സ് കൊടുക്കണം, ഏതൊക്കെ വാല്യൂസ് കൊടുക്കണം എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സർക്യൂട്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതുള്ളൂ. അത് സെന്റർ ടാപ്പ് റെക്ടിഫയർ. അതിനകത്ത് ട്രാൻസ്ഫോമർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, കമ്പൗണ്ട് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഇതിനകത്ത് അവൈലബിൾ അല്ല. അതുകൊണ്ട് സെന്റർ ടാപ്പ് റെക്ടിഫയർ മാത്രം ചെയ്യാൻ പറ്റിയില്ല. അത് പകരം ഞാൻ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സർക്യൂട്ട്സും അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സിമുലേഷൻ പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് PCB പാർട്ട്. ഈ സെയിം റെഗുലേറ്റർ സർക്യൂട്ടിന് തന്നെ ഒരു PCB ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ സെയിം സർക്യൂട്ട് ആണ് ഞാൻ റെഗുലേറ്ററിന് ഉപയോഗിച്ച സെയിം സർക്യൂട്ട് തന്നെ PCBയിലോട്ട് കൊണ്ടുപോയാണ്. അപ്പൊ നമ്മൾ ആദ്യം മുതൽ വരയ്ക്കുക അല്ലേ. സർക്യൂട്ട് ഫുൾ ഒന്ന് വരച്ചെടുക്കണം. അതിന് പകരം എനിക്ക് ഇതിനകത്ത് നമുക്ക് ഓർക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ അപ്പൻ ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഫയലിന്റെ അകത്ത് നോക്കിയാൽ മതി. ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൻ ഫയൽ എന്ന ഓപ്ഷൻ വരും. അതിനകത്ത് ഏതാണ് നമ്മൾ പ്രോജക്റ്റിലോട്ട് കോപ്പി ചെയ്യേണ്ട ആ പ്രോജക്റ്റ് അങ്ങ് സെലക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആണ് ഇവിടെ PCBക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പൺ സ്കീമാറ്റിക് ചെയ്തിട്ട് ഞാൻ ഫയൽ ക്ലിക്ക് ചെയ്ത് അപ്പൻ ഫയൽ കൊടുക്കുക. വോൾട്ടേജ് റെഗുലേറ്റർ സെലക്ട് ചെയ്യാം. അപ്പൊ ഈ വോൾട്ടേജ് റെഗുലേറ്റർ ഇതിനകത്ത് വരും. ഇനി ഞാൻ വന്ന സർക്യൂട്ടിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ PCB ചെയ്യുമ്പോൾ അറിയാം നമുക്ക് ലേബൽസിന്റെ ഒന്നും ആവശ്യമില്ല, അതേപോലെ പ്രോബിന്റെ ആവശ്യമില്ല, നെക്സ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. അപ്പൊ PCB വരുമ്പോഴത്തേക്ക് നമ്മൾ സിമുലേഷൻ ഉപയോഗിക്കുന്ന സർക്യൂട്ട് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ അതിനകത്ത് നിന്ന് ലേബൽസ് അതേപോലെ പ്രോബ് ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാം ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലാതെ വരച്ചാൽ മതി. ഈ ഒരു സർക്യൂട്ട് ഞാൻ ഒക്കെ ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് അപ്പൊ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഒരു കണക്ടർ വേണം. അപ്പൊ ഒരു കണക്ടർ കണക്ട് ചെയ്യാണ്. ഒരു സ്ക്രൂ ടെർമിനലും ഒരു ഫീമെയിൽ കണക്ടറും ഇൻപുട്ട് ഔട്ട്പുട്ടിന് കണക്ട് ചെയ്തു. അപ്പൊ ഇൻപുട്ട് കൊടുക്കാം, അതേപോലെ ഔട്ട്പുട്ട് എടുക്കാനായിട്ട്. ബാക്കിയൊക്കെ സെയിം ആണ്, സെയിം സർക്യൂട്ട് തന്നെയാണ്. ഈ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് PCB പാർട്ടിലോട്ട് പോകുമ്പം ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാല് ഈ കമ്പോണന്റ് ഫുട് പ്രിന്റ്സ് കൊടുക്കണം. അപ്പൊ PCBയിൽ എങ്ങനെയാണ് കമ്പോണന്റ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഫുട് പ്രിന്റ്. അതിന്റെ ഡയമെൻഷനിങ്, എത്ര അതിന്റെ ഡയമീറ്റർ ഉണ്ട്, എത്ര വിഡ്ത്ത് ഉണ്ട്, എത്ര ലെങ്ത് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫുട് പ്രിന്റിൽ പറയുന്നത്. അപ്പൊ ഈ എല്ലാ എലമെന്റ്സിനും ഫുട് പ്രിന്റ് അസൈൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നേരത്തെ അനോട്ടേറ്റ് DRC ഒക്കെ ചെയ്തതിന്റെ തൊട്ടടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, CVPCB എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, റൺ CVPCB. ഇവിടെയാണ് നമ്മൾ ഫുട് പ്രിന്റ്സ് അസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇപ്പൊ ഈ വിൻഡോയില് 3 സെക്ഷൻ ആയിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് ഏതൊക്കെ ലൈബ്രറീസ് അവൈലബിൾ ആണെന്ന്, ഫുട് പ്രിന്റ് ലൈബ്രറീസ് ആണ്. ഇപ്പൊ കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്റർ ലൈബ്രറി. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കപ്പാസിറ്ററിന് SMD ലൈബ്രറി ഉണ്ട്, THT ലൈബ്രറി ഉണ്ട്. അപ്പൊ നമ്മൾ THT ആണ് ചെയ്യുന്നത്, THT സെലക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മളെ കമ്പൗണ്ട്സ് എല്ലാം ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാം. ഈ ലിസ്റ്റ് ചെയ്യുന്നതിന്റെ അവിടെയാണ് നമ്മൾ ഫുട് പ്രിന്റ്സ് സെലക്ട് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ ഇതിൻ്റെ അകത്ത് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത്. അടുത്ത സെക്ഷനിലാണെങ്കിൽ നമ്മളിപ്പോ ഒരു ലൈബ്രറി സെലക്ട് ചെയ്താൽ ലൈബ്രറീസ് അകത്ത് വരുന്ന എല്ലാ ഫുട് പ്രിന്റ്സും കാണിക്കും. ഇപ്പൊ ബാറ്ററി ഹോൾഡേഴ്സ് ആണ് ഇവിടെ സെലക്ട് ആയിട്ടിരിക്കുന്നത്, ഫസ്റ്റ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. അതിൻ്റെ അകത്തുള്ള എല്ലാ ഫുട് പ്രിന്റ്സ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം, നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പം
നമുക്കിവിടെ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. മുകളിൽ ഒരു 3 ഐസിയുടെ പോലത്തെ ഒരു പടമുണ്ട്. ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും അവസാനത്തെ ഫിൽറ്റർ ഫുട് പ്രിന്റ് ബൈ ലൈബ്രറി എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. മറ്റേത് നമ്പർ ഓഫ് പിൻസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ കീവേഡിനനുസരിച്ചിട്ട് അത് കുറച്ചും കൂടെ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ അതെടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇത് മാത്രം സെലക്ട് ആവുകയുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണം. ഫിൽറ്റർ ഫുട് പ്രിന്റ്സ് ലിസ്റ്റ് ബൈ ലൈബ്രറി മാത്രം സെലക്ട് ചെയ്യുക, ബാക്കി ഡീസെലക്ട് ചെയ്തിരിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് ഏത് കമ്പൗണ്ട്സ് ആണ് ഫുട് പ്രിന്റ് നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നത്, ആ കമ്പൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യാം. ഏത് ലൈബ്രറി ആണ് എടുക്കുന്നത്. അപ്പൊ കപ്പാസിറ്റി ഞാൻ കപ്പാസിറ്റി THT എന്നുള്ള സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കപ്പാസിറ്റി THT സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഫുട് പ്രിന്റ്സ് വരും. നമ്മൾ ഏത് കപ്പാസിറ്റി ആണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫുട് പ്രിന്റ് സെലക്ട് ചെയ്യും. ഇപ്പൊ ഇതിന്റെ ഒരു ലിസ്റ്റ് ആണ്. ഞാൻ ഓരോ കപ്പാസിറ്ററിനും ഓരോ ഡയോഡിനും സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് ലൈബ്രറി എന്നുള്ള കാണിച്ചിട്ടുണ്ട് ആദ്യം. അതിൻ്റെ അകത്ത് ഏത് ഫുട് പ്രിന്റ് സെലക്ട് ചെയ്യുന്നുള്ള കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇത് ഞാൻ അസൈൻ ചെയ്തു. എല്ലാത്തിനും എല്ലാ കമ്പൗണ്ട്സും ഫുട് പ്രിന്റ് അസൈൻ ചെയ്തു. ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് ഓരോ ലൈബ്രറി സെലക്ട് ചെയ്ത് ഓരോ ഫുട് പ്രിന്റ് സെലക്ട് ചെയ്യണം. ഇത്ര സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫുട് പ്രിന്റ്സ് എല്ലാം ആവും. ഇത് കഴിഞ്ഞാൽ ഫുട് പ്രിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ സേവ് ഫുട് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഫുട് പ്രിന്റ്സ് എല്ലാം അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ CVPCB വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പൊ സ്പൈസിൽ നമ്മൾ നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്തു. പക്ഷെ ഇനി നമുക്ക് PCBക്കാണ് നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ജനറേറ്റ് നെറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്താൽ PCB ന്യൂ സെലക്ട് ചെയ്യണം. PCB ന്യൂ സെലക്ട് ചെയ്തിട്ട് ഡിഫോൾട്ട് ഫോർമാറ്റ് എടുക്കുക, ജനറേറ്റ് കൊടുക്കുക. അപ്പൊ PCBക്ക് വേണ്ടത് നെറ്റ് ലിസ്റ്റ് ആയിരിക്കും ജനറേറ്റഡ് ആവുന്നത്. ഇവിടെ നമ്മൾ സിമുലേഷൻ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. PCB പാർട്ടിൽ സിമുലേഷൻ ചെയ്തില്ല. ഇത്രയും കഴിഞ്ഞാൽ ഫുട് പ്രിന്റ്സ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്കീമയുടെ വർക്കിംഗ് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു വിൻഡോയിലോട്ട് പോകുമ്പോഴാണ് ലേഔട്ട് വിൻഡോയിലോട്ട് പോകുമ്പോഴാണ്. അതിന് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഈ നെറ്റ് ലിസ്റ്റിന്റെ അടുത്തൊരു ഓപ്ഷനാണ് റൺ PCB ന്യൂ ടു ലേഔട്ട് പ്രിന്റർ സർക്യൂട്ട് ബോർഡ്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ലേഔട്ട് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇത് ലേഔട്ട് വിൻഡോ ഓപ്പൺ ആയി. ലേഔട്ട് വിൻഡോ ഓപ്പൺ ആയാൽ ബ്ലാങ്ക് ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ഏത് ലേഔട്ടിന്റെ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ നെറ്റ് ലിസ്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ മുകളിൽ ജനറേറ്റ് നെറ്റ് ലിസ്റ്റ് പോലെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് നെറ്റ് ഓപ്ഷനിൽ. പക്ഷെ റീഡ് നെറ്റ് ലിസ്റ്റ് ആയിരിക്കും ഇവിടെ കാണിക്കണം. ജസ്റ്റ് നിങ്ങൾ നെറ്റ് ലിസ്റ്റ് നേരത്തെ ജനറേറ്റ് നെറ്റ് ലിസ്റ്റ് ഓപ്ഷൻ പോലെ തന്നെ ഇവിടെ ഉള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡ് നെറ്റ് ലിസ്റ്റ് എന്നായിരിക്കും കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഏതാണ് നെറ്റ് ലിസ്റ്റ് റീഡ് ചെയ്യേണ്ട. ഇപ്പൊ നമ്മൾ ചെയ്ത സർക്യൂട്ടിനാണ് ഇങ്ങോട്ട് വന്നത് അല്ലെ, ചെയ്ത സർക്യൂട്ടിനാണ് വന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു പാത്ത് തന്നെയായിരിക്കും കാണിച്ചിരിക്കുന്നത്. നമ്മൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ ചെയ്ത പാത്ത് തന്നെയാണ്, നിങ്ങൾ ചെയ്ത സർക്യൂട്ട് തന്നെയാണെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇപ്പൊ PCB റെഗുലേറ്റർ തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തത്. അപ്പൊ അതിന്റെ പാത്ത് തന്നെ കാണിച്ചിരിക്കുന്ന, വേറെ ഒന്നും മാറ്റം വരുത്തണ്ട. റീഡ് കറന്റ് നെറ്റ് ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏതൊക്കെ കമ്പൗണ്ട്സിന്റെ ഏതൊക്കെ ഫുട് പ്രിന്റ്സ് അസൈൻ ചെയ്തിരിക്കുന്ന ആ ഫുട് പ്രിന്റ്സ് എല്ലാം ഇവിടെ ലേഔട്ട് വിൻഡോയിൽ വരും. പക്ഷെ ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. എല്ലാം ക്ലട്ടേർഡ് ആയിരിക്കും. എല്ലാ ഫുട് പ്രിന്റ്സും ഉണ്ട്, എല്ലാ കണക്ഷൻസ് ഇതിനകത്തും ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ 1 above ആ രീതിയിലായിരിക്കും വരുന്നത്. ഇനി നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിന്റെ ഫുട് പ്രിന്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫുട് പ്രിന്റ് ഏത് കമ്പൗണ്ടിനുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ആ പേരിന്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതിന്റെ ഫുട് പ്രിന്റ് എന്നുള്ള വരും. ഇപ്പൊ ഞാൻ J1 ഫുട് പ്രിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഫുട് പ്രിന്റ് J1 ഓൺ F.copper. അത് ജസ്റ്റ് നോക്കണ്ട, ഫുട് പ്രിന്റ് J1 എന്നുള്ളത് നോക്കാം, അത് വരും. അതിൻ്റെ അകത്ത് മൂവ് ഓപ്ഷൻ എടുക്കാം. ഇപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേര് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏതിന്റെ ഫുട് പ്രിന്റ് എന്നുള്ള വരും. എന്നിട്ട് മൂവ് ഓപ്ഷൻ എടുക്കണം. ഇപ്പൊ മൂവ് ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇനി നമ്മളെ കഴ്സർ മൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ കമ്പൗണ്ട് മൂവ് ആവും.
ഇപ്പൊ എവിടെയാ വേണ്ടുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഞാൻ J1 മൂവ് ചെയ്ത് പ്ലേസ് ചെയ്തു. അതിനകത്ത് അലൈൻമെന്റ് മാറ്റണമെങ്കിൽ അലൈൻമെന്റ് ഒക്കെ മാറ്റുക, അല്ലെങ്കിൽ റൊട്ടേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇത് ഒരു അറേഞ്ച്ഡ് ബോർഡാണ്. ഞാൻ കമ്പൗണ്ട്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. എല്ലാ കമ്പൗണ്ട്സും ക്ലട്ടേർഡ് ആയിട്ടിരിക്കുന്നത് എല്ലാം സെപ്പറേറ്റ് ചെയ്തു ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കമ്പോണന്റ് പ്ലേസിംഗ് എന്ന് പറയും. കമ്പോണൻസ് പ്ലേസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കമ്പോണൻസ് നല്ല ഇപ്പം കാണുന്നത് ഇപ്പൊ ഫുട് പ്രിന്റ്സ് ആണ് കാണുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് അതിനൊരു ബോർഡർ സെലക്ട് ചെയ്യണം. ഈ ബോർഡർ എന്ന് പറഞ്ഞാല് നമ്മൾ PCBയുടെ ഡയമെൻഷൻ ആണ് ഈ ബോർഡർ. നമ്മൾ ഏത് ബോർഡർ ആണ് കൊടുക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും PCB കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ പറ്റുമെങ്കിൽ ഒതുക്കി വെക്കാം. എങ്ങനെ നമ്മൾ ട്രാക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് അറിയാം എത്ര സ്പേസ് എടുക്കും എന്നുള്ള അറിയാം. അപ്പൊ അന്ന് ഒതുക്കിയൊക്കെ വെച്ചിട്ട് ഔട്ട്പുട്ട് വരയ്ക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ്, അതിന് മുന്നേ നമുക്ക് ഡിസൈൻ റൂൾ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ മിനിമം ട്രാക്ക് വിഡ്ത്ത് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, ഡിസൈൻ റൂൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ട്രാക്ക് വിഡ്ത്ത് 1.25 ഒന്ന് സെറ്റ് ചെയ്തിരിക്കണം. ഇതാണ് ഡിസൈൻ റൂൾ എന്ന് പറഞ്ഞ മുകളിലുള്ള ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. നെറ്റ് ക്ലാസ്സിലും ഗ്ലോബൽ ഡിസൈനിലും രണ്ടിലും ട്രാക്ക് വിഡ്ത്ത് 1.25 എന്ന് സെറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ട്രാക്ക് വിഡ്ത്ത് 1.25 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ സൈഡിൽ ഒരു പാനൽ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു പാനൽ ഉണ്ട്. ഇത് ലേയേഴ്സ് എന്ന് പറയും. നേരത്തെ ഞാൻ കണ്ടായിരുന്നു F.cu എന്ന് പറഞ്ഞ് കണ്ടായിരുന്നു അല്ലെ. അപ്പം ഡീഫോൾട്ട് ആയിട്ട് F.cu വന്നത് ഇത്രേ ഉള്ളൂ. ഫ്രണ്ടില് കോപ്പർ, B.c എന്ന് പറഞ്ഞാൽ ബാക്കില് കോപ്പർ. അതുപോലെ F എന്ന് പറയുമ്പോൾ ഫ്രണ്ട്, B എന്ന് പറയുമ്പോൾ ബാക്ക്. നമ്മള് PCBയുടെ ഫ്രണ്ട് ബാക്ക്. നെക്സ്റ്റ് സിൽക്ക് വരും, സിൽക്ക് സ്ക്രീൻ ഉള്ളത് വരും. നമ്മൾ ഇപ്പം വരയ്ക്കാൻ പോകുന്നത് ബോർഡർ ആണ്, PCBയുടെ ബോർഡർ ആണ്. അപ്പൊ അതിന് എഡ്ജ് ഡോട്ട് കട്ട്സ് തന്നെ ലെയർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഡ്ജ് ഡോട്ട് കട്ട്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് തൊട്ടടുത്തൊരു പാനലുണ്ട്. ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഒരു ലൈൻ കാണിച്ചിട്ടുണ്ട്, ഡോട്ടഡ് ലൈൻസ് കാണിച്ചിട്ടുണ്ട്. അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈൻ ഓർ പോളിഗൺ എന്ന ഓപ്ഷൻ ആണ് വരുന്നത്, അവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ലെയർ സെലക്ട് ചെയ്ത് പ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ പോയാലും മതി. അവിടെ നിന്ന് ലൈൻ ഓർ പോളിഗൺ സെലക്ട് ചെയ്യാം. ഇത് രണ്ടിടത്തും സെലക്ട് ചെയ്യാം. കുറച്ചും എളുപ്പം ഈ പാനലിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ലൈൻ ഓർ പോളിഗൺ ഒന്ന് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് എഡ്ജ് ഡോട്ട് കട്ട് സെലക്ട് ചെയ്തിരിക്കണം, ലൈൻ ഓർ പോളിഗൺ സെലക്ട് ചെയ്തിരിക്കുക. ഇത് രണ്ട് സെലക്ട് ചെയ്താൽ നമുക്ക് ബോർഡർ വരയ്ക്കാം. ഇത് രണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പെൻ പോലെ ഒരു കേസർ പെൻ പോലെ മാറും. അത് ജസ്റ്റ് അങ്ങ് 4 സൈഡും വരച്ചാൽ മതി. ഈ ബോർഡർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ട്രാക്ക് വരയ്ക്കാനായിട്ട് നമുക്കറിയാം, ഞാനിപ്പോ ബോട്ടം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ബോട്ടം ഡോട്ട് കോപ്പർ എടുക്കുക, B.cu സെലക്ട് ചെയ്യണം. ഇവിടെ ട്രാക്ക് ഓപ്ഷൻ ഉണ്ട്, ഒരു ഗ്രീൻ തിക്ക് ലൈൻ ഉണ്ട്, അത് ട്രാക്ക് ഓപ്ഷൻ ആണ്. അല്ലെങ്കിൽ പ്ലേസിലും ട്രാക്ക് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എവിടുന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പൊ ബോട്ടം ഡോട്ട് കോപ്പർ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്, ട്രാക്ക് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇത് ബോർഡർ വരച്ച സർക്യൂട്ട് ആണ്. ഞാൻ ട്രാക്ക് സെലക്ട് ചെയ്തു. കണക്ഷൻസ് നമുക്ക് ഒരു വൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും കണക്ഷൻസ് വരുന്നത്. ജസ്റ്റ് അവിടെ ഒരു എൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഫുട് പ്രിന്റ് എൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വൈറ്റ് ലൈൻസ് എവിടെയൊക്കെ കണക്ഷൻ വരുന്നു എന്നുള്ളത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ എളുപ്പമാണ്. അപ്പൊ അത് വെച്ചിട്ട് കണക്ഷൻസ് ഒക്കെ കൊടുക്കുക, ട്രാക്സ് വരയ്ക്കാം. ട്രാക്സ് വരയ്ക്കാനായിട്ട് ജസ്റ്റ് ഒരു പോയിന്റ് തുടങ്ങി അടുത്ത പോയിന്റിലോട്ട് വരച്ചു പോയാൽ മതി. ഓക്കെ, ഞാനിപ്പോ വരച്ച ഒരു ട്രാക്കാണ്. ഇപ്പൊ ജസ്റ്റ് വരച്ചെന്നേ ഉള്ളൂ. ഡിസൈൻ റൂൾസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ ഗ്രൗണ്ട് ട്രാക്ക് വരച്ചിട്ടില്ല. ഗ്രൗണ്ട് ട്രാക്ക് വരയ്ക്കാം. അപ്പൊ ഇവിടെ സ്പേസ് ഉണ്ട്. ഈ വൈറ്റ് ലൈൻസ് ഞാനിപ്പോ വരയ്ക്കാതെ ഇട്ടിരിക്കുകയാണ്. അവിടെ ജസ്റ്റ് നമ്മളിപ്പോ ട്രാക്ക് സെലക്ട് ചെയ്തിരിക്കുകയാണ്, ബോട്ടം ഡോട്ട് കോപ്പർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ഈ കപ്പാസിറ്റർ അവിടെ നിന്ന്
ക്ലിക്ക് ചെയ്യാം. അടുത്ത ഡയോഡിലോട്ട് പോവുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിരിക്കണം, എന്നാലേ കണക്ഷൻ വരത്തുള്ളൂ. ഈ ഡയോഡിൽ നിന്ന് D2ലോട്ട് പോവുക. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഈ ഇടയ്ക്കുള്ള സ്പേസിൽ കൂടെ R1ലോട്ട് വരാം. അപ്പൊ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കാം. അത് കൊടുത്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം, ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പം ചെയ്യുന്നതെന്ന് പറയുന്നത്, ഞാൻ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കാതെ കോപ്പർ പോറിങ് ചെയ്യാൻ പോയാണ്. കോപ്പർ പോറിങ് ചെയ്യുമ്പോൾ ഞാൻ ഗ്രൗണ്ട് എല്ലാം ഒറ്റ ലെയർ ആയിട്ട് അങ്ങ് മാറിയാണ്. ഗ്രൗണ്ട് കണക്ഷനിൽ ഇതിന് മൊത്തം കോപ്പർ പോർ ചെയ്തിട്ട് ഗ്രൗണ്ടിൽ ഒറ്റ ലെയർ ആയിട്ട് മാറും. ട്രാക്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ ഞാൻ അത് ജസ്റ്റ് അതൊന്ന് ചെയ്യാൻ പോയാണ്. അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ, ട്രാക്ക് വരയ്ക്കാൻ ഈ വൈറ്റ് ലൈൻസ് ഉണ്ട്. വൈറ്റ് ലൈൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഹൈലൈറ്റ് ആവും. എവിടെ എല്ലാം കണക്ഷൻ വന്നു അതെല്ലാം ഹൈലൈറ്റഡ് ആയിട്ട് കാണും. അപ്പൊ അവിടെ നിന്ന് ഓരോന്നോരോ പോയിന്റ്സ് ആയിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്ത് പോകണം. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുന്നില്ല, ഞാൻ കോപ്പർ പോർ ചെയ്യുന്നുണ്ട്. അപ്പൊ കോപ്പർ പോർ ചെയ്യാനായിട്ട് ഇവിടെ ട്രാക്സിന്റെ അവിടെ തന്നെ ആഡ് ഫിൽഡ് സോൺസ് തന്നെ ഒരു ഓപ്ഷൻ കാണാം. ആഡ് ഫിൽഡ് സോൺസ്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. നമ്മൾ ബോട്ടം ഡോട്ട് കോപ്പർ സെലക്റ്റഡ് ആണെങ്കിൽ അത് അവിടെ തന്നെ അത് തന്നെ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബോട്ടം ഡോട്ട് കോപ്പർ ഒന്നുകൂടെ സെലക്ട് ചെയ്യണം. ഈ ആഡ് ഫിൽഡ് സോൺസ് സെലക്ട് ചെയ്താൽ നമ്മൾ സർക്യൂട്ടിൽ വന്നിട്ട് ഒരു ടോപ്പ് ലെഫ്റ്റ് ആണ് പറയുന്നത്, ഒരു കോർണറിൽ വന്നിട്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. നമ്മൾ എവിടെയാണ് കോപ്പർ പോർ ചെയ്യാൻ പോകുന്നത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ബോട്ടം ഡോട്ട് കോപ്പർ ആണ്, ഗ്രൗണ്ട് ആണ് ചെയ്യാൻ പോകുന്നത്, അത് രണ്ടും ഒന്ന് സെലക്ട് ചെയ്യണം. ഇത് രണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ വരയ്ക്കാനുള്ള ഓപ്ഷൻ വരും. ഏതിന്റെ ഉള്ളിലാണ് കോപ്പർ പോർ ചെയ്യുന്നത് ആ ബോർഡർ ഒന്ന് വരയ്ക്കാം. നെക്സ്റ്റ് ഇതിന്റെ നമ്മുടെ ബോർഡിന്റെ അകത്ത് വന്ന് കോപ്പർ പോർ ചെയ്യാനായിട്ട് ഫില്ല് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഫിൽ ഓർ റീഫിൽ ഓൾ സോൺസ് തന്നെ ഓപ്ഷൻ വരും. അന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ മൊത്തം കോപ്പർ പോർ ഫില്ലാവുന്ന കാണാം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാല് നമുക്ക് എച്ചിങ് ഒക്കെ കുറച്ച് മതിയാവും കോപ്പർ പോറിങ് ചെയ്താലോ. ഇങ്ങനെ ചെയ്യണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ട്രാക്സ് ഗ്രൗണ്ടോടെ കണക്ട് ചെയ്ത് നിർത്തുക. കോപ്പർ പോർ ചെയ്യണമെങ്കിൽ പോറിങ്ങിന്റെ ബോർഡർ വരയ്ക്കുക, കോപ്പർ പോർ കൊടുക്കുക. എത്ര ഉള്ളു സ്റ്റെപ്സിൽ വ്യത്യാസം. ഇപ്പൊ കഴിഞ്ഞു, PCB വരച്ച് കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാല് നമുക്ക് ഏത് ആണ് ചെയ്തത്, ഏത് സർക്യൂട്ട് ആണ് ചെയ്തത് അത് ഫ്രണ്ട് പാനൽ നമ്മൾ സിൽക്ക് സ്ക്രീൻ ആയിട്ടാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ F.Silk പ്രസ് ചെയ്യാം. ടെക്സ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പൊ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം, ഏത് സർക്യൂട്ട് ആണെന്നുള്ളത്. ഇപ്പൊ 7805 വോൾട്ടേജ് റെഗുലേറ്റർ ജസ്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പൊ Front.Silk ആയിട്ട് അത് വരും. ഇനി ഡയമെൻഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ മാർജിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, മാർജിനിൽ സെലക്ട് ചെയ്യാം, ഡയമെൻഷനിങ് ഒന്ന് ചെയ്യാം. രണ്ട് എൻഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ രണ്ട് എൻഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മതി, ഡയമെൻഷൻ വരും. എത്ര ബോർഡ് സൈസ് എന്നുള്ള നമുക്ക് അറിയാൻ പറ്റും. ഡയമെൻഷൻ ചെയ്താൽ ബോർഡ് സൈസ് അറിയാൻ പറ്റും. ഇവിടെ 71.120 mm 44.450 mm ആണ് ഈ ബോർഡ് സൈസ്. ഇത് ചെയ്യണമെന്നില്ല, ഡയമെൻഷൻ ചെയ്യണമെന്നില്ല. സിൽക്ക് സ്ക്രീന് നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്, നമ്മൾ ഏത് സർക്യൂട്ട് എന്ന് അറിയാനായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ PCB പാർട്ട് കഴിഞ്ഞു. നമുക്ക് ഒരു PCB വരയ്ക്കുക മതിയെങ്കിൽ ഇത്രയും മതി. നമുക്കിപ്പം ഒരു ലോക്കലായിട്ട് ഒരു PCB ഉണ്ടാക്കാനായിട്ട് ഇത്ര ചെയ്താൽ മതി. പക്ഷെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ലേഔട്ട് അല്ല നമ്മൾ കൊടുക്കുന്ന, PCBയുടെ ലേഔട്ട് വരച്ചതല്ല നമ്മൾ കൊടുക്കുന്നത്. അതിന് പകരം ഗർഭ ഫയൽ എന്ന് പറഞ്ഞൊരു ഫയലാണ് കൊടുക്കുന്നത്. ഈ ഗർഭ ഫയൽ ഇപ്പൊ നമ്മൾ ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു PCB ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഗർഭ ഫയലാണ് കൊടുക്കുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിലാണ്, ടോപ്പ് പാനലിന് ഒരു പ്ലോട്ട് എന്ന് തന്നെ ഓപ്ഷൻ ഉണ്ട്. ആ പ്ലോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലോട്ടിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് ഗർഭ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അടുത്ത് ജനറേറ്റ് ഡ്രിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഡ്രില്ല് എവിടെയൊക്കെയാണ് വരുന്നത്, എത്ര ഡ്രില്ല് ഡയമെൻഷൻ, അതൊക്കെയാണ് ഡ്രിൽ ഫയൽ വരുന്നത്. അപ്പൊ ഇവിടെ പ്ലോട്ടില് നമുക്ക് ഏതൊക്കെയാണ് ഗർഭ ഫയൽ ആയിട്ട് ക്രിയേറ്റഡ് ആവുന്നത്, ഇപ്പൊ ഏതൊക്കെ ഡീറ്റെയിൽസ് വേണം, ബോട്ടം കോപ്പറിന്റെ ഡീറ്റെയിൽസ് വേണം,
ഇപ്പൊ ബോട്ടം ഡോട്ട് കോപ്പർ സിൽക്ക് സ്ക്രീനിന്റെ ഡീറ്റെയിൽസ് വേണം. ഇപ്പൊ ബോട്ടമും ഫ്രണ്ട് എല്ലാം രണ്ടും സെലക്ട് ചെയ്യാം. മാസ്കിന്റെ ഡീറ്റെയിൽസ് വേണം, അത് സെലക്ട് ചെയ്യാം. എഡ്ജ് കട്ട്സ്, എഡ്ജ് കട്ട്സ് പറഞ്ഞാല് നമ്മള് PCBയുടെ എവിടെയാണ് കട്ട് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് വേണം. ഞാൻ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാർജിന് അതിന്റെ ഡീറ്റെയിൽസ് വേണം. അപ്പൊ ഇത്രയും ഒന്ന് സെലക്ട് ചെയ്യണം. ഇത്രയും സെലക്ട് ചെയ്താൽ ഇതിന്റെ എല്ലാം ഗർഭ ഫയൽസ് ക്രിയേറ്റഡ് ആവും. അപ്പൊ ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾ പാത്ത് കറക്റ്റ് സെലക്ട് ചെയ്തിരിക്കണം. ബ്രൗസ് ചെയ്ത് ഏതിന്റെയാണ് ഗർഭ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന്റെ പാത്ത് കറക്റ്റ് സെലക്ട് ചെയ്ത് ബ്രൗസ് ചെയ്തിട്ട് ഇനി അതിന്റെ കൂട്ടത്തിൽ ഈ പ്ലോട്ട് കൊടുത്താൽ ഗർഭ ഫയൽ ക്രിയേറ്റ് ആവും. അതിന് മുന്നേ നമ്മൾ ഈ ജനറേറ്റ് ഡ്രിൽ ഫയലും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ജനറേറ്റ് ഡ്രിൽ ഫയൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോ വരും. അതിൻ്റെ അകത്ത് നമ്മൾ മില്ലിമീറ്ററിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മില്ലിമീറ്റർ സെലക്ട് ചെയ്യുക, ഗർഭ സെലക്ട് ചെയ്യാം, അതിനുള്ള ഇൻഫർമേഷൻ സെലക്ട് ചെയ്യാം. ഡ്രിൽ ഫയൽ കൊടുക്കണം. ഡ്രിൽ ഫയൽ കൊടുത്താൽ ഡ്രിൽ ഫയൽ ക്രിയേറ്റഡ് ആവും. ക്ലോസ് ചെയ്താൽ മതി. ഡ്രിൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്താൽ മതി. ഡ്രിൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലോട്ട് കൊടുക്കാം. അപ്പൊ ഡ്രിൽ ഫയലും ക്രിയേറ്റഡ് ആവും, ഗർഭ ഫയലും ക്രിയേറ്റഡ് ആവും. നമ്മൾ ഗർഭ ഫയൽ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെയാണ് ജനറേറ്റ് ഡ്രിൽ ഫയൽ വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഡ്രിൽ ഫയൽ അത് ക്രിയേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ പ്ലോട്ട് കൊടുത്താൽ മതി. അപ്പൊ രണ്ടും ഓപ്ഷനും അവിടെ ജനറേറ്റ് ആവും. ഓക്കെ, അപ്പൊ ഗർഭ ഫയൽ ക്രിയേറ്റ് ചെയ്തോ, ഡ്രിൽ ഫയൽ ക്രിയേറ്റ് ചെയ്തോ. ഇനി ഇതൊന്ന് വ്യൂ ചെയ്യണം. വ്യൂ ചെയ്യാനായിട്ട് നമുക്ക് ഗർഭ വിൻഡോ ഓപ്പൺ ചെയ്യണം. ഗർഭ വിൻഡോ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോകണം. കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് ജസ്റ്റ് ഗർഭ വ്യൂ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഗർഭ വ്യൂ ടൈപ്പ് ചെയ്യാം. അടുത്ത ഗർഭ വ്യൂവിനുള്ള വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഏതാണ് നമ്മൾക്ക് വ്യൂ ചെയ്യേണ്ട അവിടെ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഏതാണ് വ്യൂ ചെയ്യേണ്ട ഗർഭ ഫയൽ അന്ന് ലോഡ് ചെയ്യാം. ലോഡ് ഓപ്ഷൻ വരും. ലോഡ് ഗർഭ ഫയൽ അത് ഏതാന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഏതൊക്കെയാണെന്ന് അറിയാം. അവിടെ പോയി ഒന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് എല്ലാത്തിനും ഗർഭ ഫയൽ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ബോട്ടം ഡോട്ട് കോപ്പർ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ എല്ലാം തന്നെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം നമ്മളത് ജസ്റ്റ് അത് എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇതെല്ലാം നമുക്ക് ഗർഭ വിൻഡോയിലായിട്ട് വരും. ഞാനിത് മാക്സിമൈസ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഗർഭ വ്യൂ. ഇപ്പൊ ഞാൻ വിൻഡോസിന്റെ കാര്യം പറഞ്ഞു, ഉബുണ്ടുവിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഇൻസ്റ്റലേഷന്റെ സ്റ്റെപ്പിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ ബാക്കി ചെയ്യുന്ന കാര്യങ്ങൾ ഈ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് PCB ജനറേറ്റ് ചെയ്ത് ഗർഭ വ്യൂ വരുന്ന കാര്യങ്ങൾ രണ്ടിനും സെയിം ആണ്. ഒരേ സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വിൻഡോസിൽ ചെയ്യുന്നതിന് വ്യത്യാസം അല്ലെങ്കിൽ ഉബുണ്ടുവിൽ ചെയ്യുന്നതിൽ വ്യത്യാസമില്ല. ഈ സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. രണ്ടിലും സെയിം സ്റ്റെപ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം ഒരു ഫുട് പ്രിന്റ് സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഫുട് പ്രിന്റ് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്. ഫുട് പ്രിന്റ് ഏതാ വേണ്ടത് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എങ്ങനെയാണ് ഫുട് പ്രിന്റ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് അതിനകത്ത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വ്യൂ ഫുട് പ്രിന്റ് എന്നുള്ളതുണ്ട്. അല്ലെങ്കിൽ 3 dimensional ആയിട്ട് വ്യൂ ചെയ്യണമെങ്കിൽ 3 dimensional ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഇത് 3 dimensional ആയിട്ട് ഞാൻ കപ്പാസിറ്ററിന്റെ ഫുട് പ്രിന്റ് സെലക്ട് ചെയ്ത് എങ്ങനെയാണ് ബോർഡ് വരുന്നത്, എങ്ങനെയായിരിക്കും 3 dimensional വരുന്നത്, രണ്ട് ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത PCB ബോർഡ് അത് എങ്ങനെയായിരിക്കും ലാസ്റ്റ് വരുന്നത് എന്നുള്ള ഇതാണ് നിങ്ങളുടെ PCB ബോർഡ്. അതിന്റെ 3D വ്യൂ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. അപ്പൊ ഇവിടെ നമുക്ക് കൊടുത്ത സിൽക്ക് സ്ക്രീൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. 705 വോൾട്ടേജ് റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ട്. മാസ്കുകൾ കാണാം. അതേപോലെ ബാക്കിലാണെങ്കിൽ നിങ്ങൾ ട്രാക്സുകൾ കാണാം. ട്രാക്കും അതിന്റെ മാസ്കുകളെല്ലാം കാണാം. ഇതേപോലെ ഡ്രില്ല് കാണാൻ പറ്റും. ഇതിന്റെ വീഡിയോ പ്ലേ ചെയ്യാം.
ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നും കൂടെ മൊത്തം വരയ്ക്കുന്നില്ല. ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൻഡ് സ്കീമാറ്റിക് എന്ന ഓപ്ഷൻ വരും. അപ്പൻഡ് സ്കീമാറ്റിക് ക്ലിക്ക് ചെയ്തോളൂ. നീളം ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതിവിടെ വരും. സർക്യൂട്ട് ഫുൾ ഇവിടെ വരും. ഇതിനകത്ത് എല്ലാം ഉള്ളതാണ്. ഇതിലെ ലേബൽസ്, ഇൻപുട്സ്, ഔട്ട്പുട്സ്, നോട്ട്സ് എല്ലാം ഉണ്ട്. അതെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടിൽ കണക്ടർ കണക്ട് ചെയ്യാം. ഇവിടെ കണക്ടർ കണക്ട് ചെയ്തു. നെക്സ്റ്റ് ഇത് അനോട്ടേറ്റ് ചെയ്യണം. അനോട്ടേറ്റ് ക്ലിക്ക് ചെയ്യാം. എന്റെ പേരൊക്കെ അനോട്ടേറ്റ് ആവും. നമ്മൾ പുതിയതായിട്ട് കമ്പൗണ്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അനോട്ടേറ്റ് ആവും. നെക്സ്റ്റ് ഫുട് പ്രിന്റ് ലൈബ്രറിയിലോട്ട് പോയാണ്. CVPCB ക്ലിക്ക് ചെയ്യാം. ഫുട് പ്രിന്റ് ലൈബ്രറി. ഇപ്പൊ ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് അസൈൻ ചെയ്തതിനെ കാണാം. ലെഫ്റ്റ് സൈഡിൽ ലൈബ്രറി, നടുക്ക് കമ്പൗണ്ട്സ്, റൈറ്റ് സൈഡിൽ അതിന്റെ ഫുട് പ്രിന്റ്സ്. ഇപ്പൊ കപ്പാസിറ്റർ THT ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അതിനകത്തുള്ള എല്ലാ ഫുട് പ്രിന്റ്സ് ആണ്. അതിനകത്ത് നമുക്ക് നമ്മൾ ഏതാണ് ഫുട് പ്രിന്റ് സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്താൽ മതി. ഇപ്പൊ കമ്പൗണ്ട് സെലക്ട് ചെയ്യാനൊന്ന് ഓർത്തോണം, അല്ലെങ്കിൽ ഫുട് പ്രിന്റ് മാറിപ്പോ. കമ്പൗണ്ട് കറക്റ്റ് ആയിട്ട് സെലക്ടഡ് ആയിരിക്കണം. ഓക്കെ, ഞാൻ ഇവിടെ ഫുട് പ്രിന്റ് സെലക്ട് ചെയ്താൽ അതിന്റെ 2D വ്യൂവും 3D വ്യൂവും ഒന്ന് കാണിക്കാണ്. 2D വ്യൂ, 3D. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. 3D ആണെങ്കിൽ ഏത് പൊസിഷനിൽ ആണെങ്കിലും നമുക്ക് നോക്കാം. ഡിസൈൻ റൂൾസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എറേഴ്സ് ഒന്നും ഇല്ല. നിങ്ങൾ മാർക്കർ ഒന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് എറേഴ്സ് ഒന്നും വരത്തില്ല. നെക്സ്റ്റ് നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യണം. ഇവിടെ PCB ന്യൂ ആണ് ക്രിയേറ്റ് ചെയ്യണം, ജനറേറ്റ് ചെയ്യാം. കഴിഞ്ഞു. ഈ സ്കീമയുടെ ഫംഗ്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ലേഔട്ട് വിൻഡോ ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ലേഔട്ട് വിൻഡോ തന്നെയാണ് ഓപ്പൺ ആയിട്ട് വന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യം സ്റ്റെപ്സ് എന്ന് പറയുന്നത് റീഡ് നെറ്റ് ലിസ്റ്റ് ആണ്. നെറ്റ് ലിസ്റ്റ് അവിടെ പോയിട്ട് റീഡ് നെറ്റ് ലിസ്റ്റ് കൊടുക്കണം. കറണ്ട് നെറ്റ് ലിസ്റ്റ് റീഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ കമ്പൗണ്ട്സ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അതിന് കമ്പൗണ്ട്സിന്റെ സെലക്ട് ചെയ്യാം, മൂവ് കൊടുക്കാം, റീഅറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് വരയ്ക്കണം, എഡ്ജ് വരയ്ക്കണം. എഡ്ജ് ഡോട്ട് കട്ട്സ് സെലക്ട് ചെയ്യാം, എഡ്ജ് വരയ്ക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ട്രാക്ക് വിഡ്ത്ത് ഒന്ന് സെറ്റ് ചെയ്യണം. ഡിസൈൻ റൂള് സെലക്ട് ചെയ്യാം, ട്രാക്ക് വിഡ്ത്ത് സെറ്റ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്സ് വരയ്ക്കാം. അപ്പൊ ട്രാക്സ് വരയ്ക്കാനായിട്ട് ബോട്ടം ഡോട്ട് കോപ്പർ സെലക്ട് ചെയ്യുക, ട്രാക്ക് സെലക്ട് ചെയ്യാം, ട്രാക്സ് വരയ്ക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പർ ഫില്ലിംഗ് ചെയ്യാം. ഇവിടെ കോപ്പർ ഫില്ലിംഗ് ചെയ്യാം. ട്രാക്സ് വരച്ച് നിർത്തിയ ഗ്രൗണ്ട് കൂടെ വരച്ച് നിർത്തിയാണെങ്കിൽ അങ്ങനെ വരച്ച് നിർത്താം, അല്ലെങ്കിൽ കോപ്പർ ഫില്ല് ചെയ്ത് അതും കൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇത് കോപ്പർ ഫില്ലും കൂടെ ചെയ്തിട്ടുണ്ട്. കോപ്പർ ഫില്ലിംഗ് ചെയ്യണമെങ്കിൽ ഫില്ല് ഓപ്ഷൻ എടുക്കണം. ബി ഡോട്ട് കോപ്പർ ആയിരിക്കണം എടുക്കേണ്ടത്. അതിന്റെ ഏത് ഏരിയ ഒന്ന് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഫില്ല് ചെയ്യണം. അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞൂടാ, അതുകൊണ്ടാണ് ബോർഡ് അങ്ങനെ കാണുന്നത്. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് എവിടെ നിന്നൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇതാണ് റീഡ് നെറ്റ് ലിസ്റ്റ്. ഡിസൈൻ റൂൾ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മളെ ലേയേഴ്സ് ഓരോന്ന് സെലക്ട് ചെയ്യാം. ഏത് ലേയേഴ്സ് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യണം. പ്ലേസിൽ നമുക്ക് ലൈൻ സെലക്ട് ചെയ്യാം, ട്രാക്ക് സെലക്ട് ചെയ്യാം, ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം, ഡയമെൻഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ടതനുസരിച്ചിട്ട് നമ്മൾ സെലക്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് പ്ലോട്ട് ഓപ്ഷൻ. പ്ലോട്ടിന് മുന്നേ
ഡിസൈൻ റൂൾസ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഡിസൈൻ റൂൾസ് ഒന്ന് കാണിക്കും. ഡിസൈൻ റൂൾസ് ഇവിടെ മുകളിലുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഡിസൈൻ റൂൾസ് വരും. ട്രാക്ക് വിഡ്ത്ത് 1.25 സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഫ്ലോട്ട് കൊടുക്കാം. ഏതൊക്കെ വേണം പ്ലോട്ട് ചെയ്യേണ്ടത്, പ്ലോട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ തന്നെയാണ് ജനറേറ്റ് ഡ്രിൽ ഫയൽ വരുന്നത്. ഡ്രിൽ ഫയൽ കൊടുക്കാം, പ്ലോട്ട് കൊടുക്കാം. ചിത്രം കഴിഞ്ഞാൽ നിങ്ങൾ PCB പാർട്ട് കഴിഞ്ഞു. PCB കംപ്ലീറ്റ് ആയി. ഇനി ഗർബർ വ്യൂവിലോട്ട് പോകണം. കമാൻഡ് പ്രോംപ്റ്റ് പോവുക, ഗർബർ വ്യൂ ടൈപ്പ് ചെയ്യാം. ഗർബർ വിൻഡോയിലോട്ട് വരും. നിങ്ങൾ ഫയൽ ലോഡ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത ഗർബർ ഫയൽസ് എല്ലാം ലോഡ് ചെയ്യാം. ഓക്കെ, നമ്മള് ഗർബിയോ. ഓക്കെ, എത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെഷന്. ഒരു അനലോഗ് സർക്യൂട്ട് സിമുലേറ്റ് ചെയ്തു, ഡിജിറ്റൽ സർക്യൂട്ട് സിമുലേറ്റ് ചെയ്തു, PCB ലേഔട്ട് ചെയ്തു. അതെല്ലാം നമ്മളൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്തത്. നമുക്ക് ലൈസൻസിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആർക്കാരും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ ഇൻസ്ട്രക്ഷൻ സ്റ്റെപ്സും ഡൗൺലോഡ് ചെയ്യുന്ന ഇതും വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിനകത്ത് സ്റ്റെപ്സും എല്ലാ ലാബ് മാനുവൽസും ഡ്രൈവ് ഷെയർ ചെയ്യാം. ഡ്രൈവിംഗ് നോക്കിയാൽ എല്ലാ മാനുവൽസ് കിട്ടും, എല്ലാ ലാബ് എക്സ്പെരിമെന്റ്സ് കിട്ടും. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. അടുത്തത് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ആണ്. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ടീച്ചർ. ഇൻ അനോട്ടേറ്റിംഗ് വിച്ച് ടൈപ്പ് ഓഫ് നെയിമിംഗ് കം ഓട്ടോമാറ്റിക്കലി? ഏതാ? ഇൻ അനോട്ടേറ്റിംഗ് വിച്ച് ടൈപ്പ് ഓഫ് നെയിമിംഗ് കം ഓട്ടോമാറ്റിക്കലി? ഞാൻ പറഞ്ഞു, അത് R1, R2, R3 അങ്ങനെയാണ്. നമ്മൾ R എന്ന് പറഞ്ഞാല് റെസിസ്റ്ററിന്റെ ആയിരിക്കും. റെസിസ്റ്റർ R, ഡയോഡിന്റെ ആണെങ്കിൽ DM, ട്രാൻസിസ്റ്റർ ആണ് Q. അതെല്ലാം അതിന്റെ നൊട്ടേഷൻ ആണ്. അതിനോട് 1, 2, 3 അതും നമുക്ക് അതിനൊരു റൂൾസ് ഉണ്ട്. അനോട്ടേറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണാം, നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്, നെയിമിങ് പോകുന്നത്. അതിന്റെ ഓരോ റൂൾസ് ഉണ്ട്. അപ്പൊ ആ റൂൾസ് എല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ R1, R2, R3 അങ്ങനെ പോകും. ഇൻ കേസ് നമുക്ക് പേര് വേറെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അത് R ഔട്ട് എന്നൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ലോഡ് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പേരിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതേ ഉള്ളൂ. വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പാർട്ടിസിപ്പൻസ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആണ് ടീച്ചറെ. ഈ ഇതിന്റെ PCB ഡിസൈനില് ഇതിന്റെ പ്രിന്റ് നമ്മൾ സെലക്ട് ചെയ്യണം, മൾട്ടി ലെയർ അങ്ങനെ, അത് ഡീഫോൾട്ട് ആണ്. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണോ? നമുക്ക് ലെയർ നമുക്ക് സെലക്ട് ചെയ്യാം സാറേ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ബോട്ടം ഡോട്ട് കോപ്പർ സെലക്ട് ചെയ്ത് ട്രാക്ക് വരച്ചെന്ന് പറഞ്ഞു. അതേപോലെ ഫ്രണ്ട് ഡോട്ട് കോപ്പർ സെലക്ട് ചെയ്താൽ അതിന്റെ ട്രാക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഓട്ടോ റൂട്ട് ഓപ്ഷൻ ഉണ്ട് സാറേ. ഓട്ടോ റൂട്ട് ഓപ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ലെയേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഓട്ടോ റൂട്ട് കൊടുത്താൽ മതി. അത് ഇതിന്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്.
ആ ലെയർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ലെയർ സെലക്ട് ചെയ്യാം. ഏതൊക്കെ ലെയേഴ്സ് ആണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു മിനിറ്റ് സാർ. സാറേ നമ്മളേതാണ് ഈ സിമ്മിന്റെ ഇത്. ഞാനിത് ഓപ്പൺ ചെയ്യാണ്. സ്കീമാറ്റിക് ഓപ്പൺ ചെയ്യാണ്. അതിനകത്ത് ലേഔട്ട് വിൻഡോയിലോട്ട് പോകണമെങ്കിൽ റണ്ണ് PCB to ലേഔട്ട് കൊടുത്താൽ മതി. എന്ത് എറർ കാണിച്ചു കേട്ടോ. ഓക്കെ, ഞാൻ മറ്റേ ലെയർ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് മാത്രമേ എനിക്ക്. ഓക്കെ ഓക്കെ. അത് ഞാൻ ഇതിൻ്റെ അകത്ത് സാർ ഞാൻ പുതിയൊരു വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തത് കാണുന്നില്ല. നമുക്ക് ലെയർ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ഡീഫോൾട്ട് ആണോ ചോദിച്ചത്. ഓക്കെ ഓക്കെ. കുഴപ്പമില്ല, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കണം, പിന്നീട് നമുക്ക് നോക്കാം. ഇവിടെ ഇല്ലേ സാർ? ഇപ്പൊ വിൻഡോ കാണാവോ? കാണാം കാണാം. ആണോ? അതിനകത്ത് ഈ മുകളില് ഓപ്ഷൻ ഉണ്ട്. മാനുവലും ഓട്ടോമാറ്റിക് പ്ലേസ്മെന്റും ഉണ്ട്. നമ്മൾ പ്ലേസ് ചെയ്യുന്നതും മാനുവൽ ഓട്ടോമാറ്റിക് ചെയ്യാം. അതേപോലെ ഓട്ടോ റൂട്ടിംഗ് ഓപ്ഷൻ ഉണ്ട്, മുകളിൽ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓട്ടോ റൂട്ട് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഓട്ടോ റൂട്ട് ചെയ്യുമ്പോൾ അന്നേരം സെലക്ഷൻ ഓഫ് ലെയേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഏതൊക്കെ ലെയേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോ റൂട്ട് കൊടുത്താൽ ഓട്ടോ റൂട്ട് ചെയ്യും. ഓട്ടോ റൂട്ട് ഓപ്ഷൻ ഇവിടെ കാണാം. സെലക്ട് ലെയർ പെയർ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ സാർ. പറ സാർ. ടീച്ചറെ, ഇതിന്റെ കമ്പോണന്റ് ലെജൻഡ് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും? ലെജൻഡ് മാത്രമായിട്ട് നമ്മൾ PCB മീൻസ് കമ്പോണന്റ് ഇപ്പൊ നമ്മള് അപ്പർ സൈഡിൽ നമ്മൾ കമ്പോണന്റ് പ്ലേസ് ചെയ്യണത്, നമുക്ക് അത് മാത്രമായിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവോ? ഇപ്പൊ നമ്മൾ വൺ സൈഡിലെ ട്രാക്ക് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ഈ ലെജൻഡ് ശരിക്കും സ്ക്രീൻ ചെയ്യണത് മറ്റേ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ. അപ്പൊ അതേപോലെ നമുക്ക് ലെജൻഡ് കിട്ടാനുള്ള സാർ ഫ്രണ്ട് സ്ക്രീൻ അല്ല, ഫ്രണ്ട് സെൽ സ്ക്രീൻ ആണ് സാർ ഉദ്ദേശിക്കുന്നത്? അതെ അതെ അതെ. ഓക്കെ, അത് നമ്മള് ക്രിയേറ്റ് ചെയ്യുന്ന ഗർഭ ഫയല് ഓരോന്നും ഓരോ ഗർഭ ഫയലാണ് സാർ. ഓരോ ബോട്ടം കോപ്പറിന് ഒരു ഗർഭ ഫയല്, സിൽ സ്ക്രീൻ ഒരു ഗർഭ ഫയൽ, അങ്ങനെ ഓരോന്നും ഓരോ ഗർഭ ഫയലാണ് സാർ. അപ്പൊ അത് നമ്മള് ആ സെലക്ഷൻ ലാസ്റ്റ് ഗർഭയോ സെലക്ട് ചെയ്തപ്പോഴില്ലേ, അതിനകത്ത് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യായിരുന്നു, ഒറ്റയടിക്ക് ഓപ്പൺ ചെയ്യായിരുന്നു സാർ. ഇപ്പം സിൽ സ്ക്രീൻ മാത്രം, ഫ്രണ്ട് സിൽ സ്ക്രീൻ മാത്രം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് മാത്രം കാണാം. അത് പ്രിന്റ് എടുക്കാം സാർ, അത് മാത്രം പ്രിന്റ് എടുക്കാം. ഓക്കെ ഓക്കെ. അത് മാത്രം സെലക്ട് ചെയ്താൽ മതി സാർ. ഓപ്പൺ ചെയ്യുമ്പോൾ അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ. ടീച്ചർ, ചാറ്റ് ബോക്സിൽ 1-2 ക്വസ്റ്റ്യൻസ് കൂടി വന്നിട്ടുണ്ട്. Can you please plot transistor carrier? ട്രാൻസിസ്റ്റർ carrier ചെയ്യാം, എല്ലാം ചെയ്യാം നമുക്ക്. ഏത് ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ സിലബസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സർക്യൂട്ടും ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറെയൊക്കെ എറേഴ്സ് ഉള്ള ഫയൽസും ഉണ്ട്. ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഫയൽസും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ട്രാൻസിസ്റ്റർ carrier
സർ നേരത്തെ ഞാൻ ലേഔട്ട് വരച്ച ഫയലല്ല ഓപ്പൺ ചെയ്ത്, അതാണ് അന്നേരം ഓപ്പൺ ആവാഞ്ഞത്. ഇതാണ് ട്രാൻസിസ്റ്റർ കാര. ഇത് ട്രാൻസിസ്റ്റർ കാര വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഔട്ട്പുട്ട് കാര മാത്രമാണ് ഇതിന്റെ അകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ട് ഇൻപുട്ട് ആണെങ്കിൽ ഇൻപുട്ട് അനുസരിച്ചിട്ട് മോഡിഫിക്കേഷൻ കുറച്ച് ചെയ്യേണ്ടി വരും. ഇതിപ്പോ ഞാൻ ചെയ്ത് വെച്ചതാണ്. സ്പൈസിൽ പോയി ജനറേറ്റ് നെറ്റ് ലിസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്യാം. സിമിൽ പോയിട്ട് TCAD to ngSpice കൺവേർഷൻ ഒന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ കൺവേർഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇതാന്ന് തോന്നുന്ന ഡൗട്ട് വന്നല്ലേ, 2 സോഴ്സ് കൊടുക്കാൻ പറ്റുമെന്നുള്ള അല്ലെ. 2 സോഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ സോഴ്സ് 1ഉം സോഴ്സ് 2ന്റെ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് നമ്മൾ പ്രൈമറി സോഴ്സ് 2 അല്ല V2 സെക്കൻഡറി ആയിട്ട് I1 ആയിട്ടാണ് സെറ്റ് ചെയ്തത്. ഔട്ട്പുട്ട് ക്യാരിയാണ് അല്ല. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേരിയേഷൻ പ്രൈമറി ആയിട്ട് കാണിക്കണം, സെക്കൻഡറി ആയിട്ട് ഇൻപുട്ട്. ഇപ്പൊ ആദ്യത്തേത് നമ്മൾ ഏതാന്നുള്ള പ്രൈമറി കൊടുക്കും, രണ്ടാമത് സെക്കൻഡറി ആയിട്ട് സെലക്ട് ചെയ്തോളൂ. അപ്പൊ ഇത് ഞാനിപ്പോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അനാലിസിസ് കൊടുത്തിട്ടുണ്ട്, സോഴ്സ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ഡിവൈസ് മോഡലിംഗ് ഒരു ട്രാൻസിസ്റ്റർ ഉള്ളു, അത് കൊടുത്തിട്ടുണ്ട്. സബ് സർക്യൂട്ട് ഇല്ല. അപ്പൊ കൺവേർഷൻ കൊടുക്കാം. നെക്സ്റ്റ് പ്ലോട്ട് ചെയ്യാം. ഡയോഡ് ക്യാര വന്നു, ഔട്ട്പുട്ട് ക്യാര വന്നു. ഓക്കെ, ക്ലിയർ ആയോ സർ? ക്ലിയർ ആയ ടീച്ചർ? വേറെ ഡൗട്ട് ഉണ്ട്? Okay, teacher. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. How the frequency response of an amplifier can be plotted? ഫ്രീക്വൻസി റെസ്പോൺസ് ഞാൻ പറഞ്ഞു. അവിടെ നമുക്ക് അനാലിസിസിന്റെ അവിടെ ഞാൻ അതും ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അനാലിസിസിന്റെ അവിടെ ഇവിടെ AC അനാലിസിസ് എടുത്താൽ മതി. AC അനാലിസിസ് ലീനിയർ ഉണ്ട്, ഡെക്കേഡ് ഉണ്ട്, ഒക്ടൽ ഉണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഡെക്കേഡ് ആണ് ഇപ്പൊ സെലക്ട് ചെയ്യണമെങ്കിൽ ഡെക്കേഡ് സെലക്ട് ചെയ്താൽ മതി. പ്ലോട്ട് ചെയ്യാം. ഫ്രീക്വൻസി റെസ്പോൺസ് ആയിരിക്കും പ്ലോട്ട് ചെയ്യുന്ന. അതിന്റെയും ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ആംപ്ലിഫയറിന്റെ ആംപ്ലിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസി റെസ്പോൺസും കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാ സർക്യൂട്ട്സും അതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞ സെന്റർ ടാപ്പ് റെക്ടിഫയർ മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റാതെ, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ ഡൗട്ട് ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സർ, ഇത് നമ്മൾ ആദ്യത്തെ ടൈം കേൾക്കുന്നുണ്ടാണ്, പക്ഷെ വളരെ എളുപ്പമാണ്. ഇത് ചെയ്തു വരുമ്പോൾ വളരെ എളുപ്പമാണ്. ഞാൻ ഈ കാണിച്ച സർക്യൂട്ട് തന്നെ സ്റ്റെപ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെയാണ് തന്നെ ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാ സ്റ്റെപ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്സ് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. ഓരോ സ്റ്റെപ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം അത്രയും സ്ലൈഡ്സ് പറഞ്ഞത് ഞാൻ ഒറ്റ സ്ലൈഡിൽ കൊടുത്തിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ, ഇതിനകത്ത് കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. അനാലിസിസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഏത് സർക്യൂട്ട് ആണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ സെഷൻ ക്ലോസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ ഓർക്കാഡ്, നമ്മൾ ലൈസൻസ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാതെ നമുക്ക് ഇത് ഓപ്പൺ സോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ സ്കോളർ സപ്പോർട്ട് തന്നെ അവൈലബിൾ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് PCB വരെ ഇതിനകത്ത് വരയ്ക്കാൻ പറ്റും. 3D വ്യൂ എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഫീഡ്ബാക്ക് ഫോം നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. All are requested to submit feedback form after each session. Feedback is compulsory for your attendance. അടുത്ത ഫീഡ്ബാക്കിന് വേണ്ടി I request Ajit sir, demonstrator GPTC Cheratala, for giving feedback.
ഓക്കെ, താങ്ക് യു രമ്യ ടീച്ചർ. വളരെ നന്നായിട്ട് നമ്മുടെ ഈ സെക്ഷൻ ശരിക്കും ഒരു ലാബ് കണ്ടക്ട് അതിനൊപ്പം തന്നെ എത്തിയിട്ടുണ്ട്. ടീച്ചറിന്റെ നമ്മുടെ ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം നമ്മൾക്ക് ഈ സെക്ഷൻ മനസ്സിലാക്കി തരാൻ ടീച്ചറിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മാക്സിമം. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Thank you, Ajit sir. Thank you, Remy teacher. Next session will be at 1:30. All are requested to join 10 minutes prior to the session. Thank you. ബീന ടീച്ചർ ഉണ്ടോ? ബീന വിയസ്, ബീന ടീച്ചർ. Yo.
you.